അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാമത്തെ അധ്യായം അതിൻ്റെ 30 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. അവരെ പുറത്തു കൊണ്ടുവന്നു യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു വേണം എന്ന് ചോദിച്ചു. അടുത്തത്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു വേണമെന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കുകയാണ്, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക. അടുത്തത്, എന്നാൽ നീയും നിന്റെ കുടുംബവും എന്തു ചെയ്യും? രക്ഷ പ്രാപിപ്പിയും എന്ന് പറഞ്ഞു. ചോദിച്ച ചോദ്യം, യജമാനനെ ഞാൻ രക്ഷ പ്രാപിപ്പാൻ എന്തു വേണം? അതാണ് ചോദ്യം. ഞാൻ രക്ഷ പ്രാപിപ്പാൻ എന്തു വേണം? ഒന്ന് പറഞ്ഞേ, ഞാൻ രക്ഷ പ്രാപിപ്പാൻ. ഒന്നുകൂടെ ചോദിച്ചോ, ഞാൻ രക്ഷ പ്രാപിപ്പാൻ എന്തു വേണം? അതാണ് ചോദ്യം. ചോദ്യം എൻ്റെ രക്ഷയെക്കുറിച്ചാണ്. ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത്? ഇത് ജീവിതത്തിൻ്റെ ഭയങ്കര ഒരു ചോദ്യമാണ്. ജീവിതത്തിനകത്ത് ജീവിത സാഹചര്യങ്ങൾക്കകത്ത് തളം കെട്ടി നിൽക്കുന്നൊരു ചോദ്യമാണ്. എന്നെ ശ്രദ്ധിച്ചോ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു വേണം? എൻ്റെ ചോദ്യം അല്ലെങ്കിൽ എൻ്റെ ചിന്ത, ഇതിനകത്തിരിക്കുന്ന ആർക്കും ഈ ഒരു ആഗ്രഹത്തിന് വിരോധമായ ഒരു ആഗ്രഹമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിനകത്തിരിക്കുന്ന ആബാലവൃത്തം, ഈ ഫ്രണ്ടിലിരിക്കുന്ന കർത്താവിൻ്റെ ദാസ റോയ് പാസ്റ്റിൻ്റെ മോൻ ഉൾപ്പെടെ ആബാലവൃത്തം ജനത്തിൻ്റെ ആഗ്രഹം, രക്ഷപ്പെടാൻ നമ്മൾ എന്തോ വേണം, രക്ഷപ്പെടാൻ നമ്മൾ എന്തോ വേണം. ചോദ്യത്തിന് മറുപടി തിരിച്ച് പൗലോസ് കൊടുക്കുന്നത്, നീയും നിന്റെ കുടുംബവും യേശുവിനെ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ചോദ്യം, ഞാൻ രക്ഷപ്പെടാൻ എന്തു വേണം? മറുപടി, നീ രക്ഷപ്പെടുന്നതല്ല, നിന്റെ കുടുംബം രക്ഷപ്പെടുന്ന വഴിയെ ദൈവം പറഞ്ഞു തരികയാണ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിലൊരു ദൂത് ഇങ്ങനെ പറയാം. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ, എന്നെ ശ്രദ്ധയൊന്നും പോകരുത്, എന്നെ ശ്രദ്ധിച്ച് കേട്ടോ. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങളുടെ അകത്തൊരു വെളിപ്പാട് ഇന്ന് പകൽ കത്തും. ചോദ്യം എൻ്റെ രക്ഷയെക്കുറിച്ചാണെങ്കിലും മറുപടി എൻ്റെ രക്ഷയെക്കുറിച്ചല്ല, എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയെക്കുറിച്ചാണ്. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ ഈ യോഗത്തിനകത്തിരിക്കുന്ന ദൈവമക്കളെ നോക്കി നിസ്സംശയം ഞാനൊരു പദം പറയാം. സ്തോത്രം. നമ്മൾ രക്ഷപ്പെടുന്നതോടുകൂടെ നമ്മൾ മാത്രമല്ല രക്ഷപ്പെടുന്നത്, ഒരു കമ്മ്യൂണിറ്റി മൊത്തവും ദൈവം രക്ഷിക്കപ്പെടുത്തിയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവമക്കളെ രക്ഷിക്കപ്പെടുത്തുന്നതിലൂടെ ദൈവത്തിൻ്റെ ഉദ്ദേശം നിങ്ങളിലൂടെ ഒരു കുടുംബം പുറത്തു വരണമെന്നുള്ളതാണ്. ഒരു കുടുംബം പുറത്തു വന്നാൽ ഒരു ദേശം പുറത്തു വരും. ഇന്ന് പകൽ ഉണർവിൻ്റെ രഹസ്യം ഞാൻ പറയാം. ഒരു വ്യക്തിയിൽ വ്യാപരിക്കുന്ന അഭിഷേകം, ഒരു വ്യക്തിയിൽ വ്യാപരിക്കുന്ന രക്ഷ, ഒരു വ്യക്തിയിൽ വ്യാപരിക്കുന്ന ദൈവകൃപ, ഒരു വ്യക്തിയിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ ശക്തി ഒരു കമ്മ്യൂണിറ്റിയുടെ വിടുതലാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റുമെന്ന് പറഞ്ഞാൽ, ഇരിക്കുന്ന സ്ഥാനത്തിൽ ഇരുന്ന് വിശ്വസിച്ചിട്ട് പറയണം, കർത്താവേ, നീ എന്നിലൂടെ ചെയ്തെടുക്കാൻ പോകുന്ന അഹോചരമായ നിന്റെ പ്രവൃത്തികൾക്കായി ഞാൻ സ്തോത്രം പറഞ്ഞു പ്രാർത്ഥിക്കുക. അത് പറയുമ്പോൾ ഇന്ന് പകൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കണ്ണുകളെ ദൈവം ഉപയോഗിച്ചാൽ, ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കാതിനെ ദൈവം ഉപയോഗിച്ചാൽ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ അധരത്തെ ദൈവം ഉപയോഗിച്ചാൽ, നിന്നിലൂടെ പുറത്തു വരാൻ പോകുന്നത് ഒരു വലിയ ജനറേഷനാണ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം പറയുന്നു. നിങ്ങൾക്കറിയാമോ, മോശയോട് ദൈവം പറഞ്ഞു, മോശയെ നീ ഒന്ന് പുറത്തു വരയണം. മോശ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്തുന്നതിലൂടെ ദൈവത്തിൻ്റെ ഉദ്ദേശം മോശ രക്ഷപ്പെടുകയല്ല, മോശയിലൂടെ ഒരു ഇസ്രായേലിനെ പുറത്തു കൊണ്ടുവരികയാണ്. യോശുവയെ പുറത്തു വന്നതിൻ്റെ പിന്നിലും ഉദ്ദേശം യോശുവ പുറത്തു വരുന്നതല്ല, യോശുവയിലൂടെ ഒരു കമ്മ്യൂണിറ്റി പുറത്തു കൊണ്ടുവരുന്നതാണ്. ഏലിയാവേ, നിനക്ക് ഗുഹാമുഖത്തെന്ത് കാര്യം എന്ന് ദൈവം ചോദിക്കുന്നതിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നത്, മക്കളെ, ഏലിയാവിനെ ഗുഹാമുഖത്തുനിന്ന് പുറത്തു കൊണ്ടുവരിക എന്നതിനേക്കാളും അപ്പുറം ഏലിയാവിലൂടെ ഒരു കമ്മ്യൂണിറ്റിയെ പുറത്തു കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ സ്വന്തം ചങ്കത്ത് കൈവച്ചിട്ട് പറ, എന്നെ പുറത്തു കൊണ്ടുവരുന്നതിലൂടെ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നെ പുറത്തു കൊണ്ടുവരുന്നത് മാത്രമല്ല, ഒരു കമ്മ്യൂണിറ്റി എന്നിലൂടെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ഹൃദയം തുറന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇതിനകത്തിരിക്കുന്ന എല്ലാവരെ കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ രക്ഷപ്പെടാൻ എന്തു വേണം? അതാണ് ചോദ്യം. ഞാൻ രക്ഷപ്പെടാൻ. അപ്പം മറുപടി കൊടുത്തത്, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടുന്ന മറുപടിയെ കുറിച്ചാണ് കൊടുക്കുന്നത്. ഇനി താഴേക്കുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാട്ടെ. പ്രവൃത്തിയുടെ പുസ്തകം 16-ന്റെ 32-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. രക്ഷപ്പെട്ടവനോട് വചനം സംസാരിച്ചു. ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു. 33-ാമത്തെ വാക്യം, അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരും താമസിയാതെ സ്നാനമേറ്റു. അടുത്ത വാക്യം, പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ടു, അവർക്ക് ഭക്ഷണം കൊടുത്തു. അവസാനത്തെ പദം അടിവരയിടണം. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീട്
വീട് അടക്കം ആനന്ദിച്ചു. നീ രക്ഷപ്പെട്ടു, നിന്റെ കുടുംബം രക്ഷപ്പെട്ടു, നിന്റെ കുടുംബത്തിനകത്തൊരു ഭയങ്കര ആനന്ദം വെളിപ്പെട്ടു വന്നു. ഇന്ന് പകലത്തെ ദൂത് ഇതാണ്, എന്നെ വിടുവിക്കുന്ന സ്വർഗത്തിലെ ദൈവം. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഈ പകലത്തെ സഭായോഗത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. അപ്പോൾ 3 പ്രധാനപ്പെട്ട വാക്കുകൾ. അവൻ രക്ഷപ്പെട്ടു, അവൻ സ്നാനപ്പെട്ടു, വീടടക്കം ആനന്ദിച്ചു. അവൻ രക്ഷപ്പെട്ടു, അവൻ സ്നാനപ്പെട്ടു, വീട് അടക്കം ആനന്ദിച്ചു. ഓക്കെ, 16-ാമത്തെ അധ്യായത്തിന്റെ ആമേൻ സ്തോത്രം. ഒരുത്തൻ രക്ഷപ്പെട്ടപ്പോൾ, ഒരുത്തൻ വിടുവിക്കപ്പെട്ടപ്പോൾ, വീടടക്കം ആനന്ദിച്ചപ്പോൾ അവിടെ നിർത്തിക്കൊണ്ട് ഒരു ദൈവ പൈതലിന് ദൈവം കൊടുക്കുന്ന 5 പ്രധാനപ്പെട്ട തട്ടുകളെ ഞാൻ പറഞ്ഞു തിരിക്കാം. 5 പ്രധാനപ്പെട്ട തട്ടുകൾ. ഒന്ന് ശ്രദ്ധിച്ചോ. ഒരു കുഞ്ഞ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ, ശ്രദ്ധിച്ചു കേട്ടണം, ഒരു കുഞ്ഞ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അവൻ്റെ പേര് ജീവ പുസ്തകത്തിനകത്ത് ദൈവം എഴുതും. വിശ്വസിക്കുന്നുണ്ടോ? അവൻ്റെ പേര് ജീവ പുസ്തകത്തിനകത്ത് ദൈവം എഴുതും. 2, അവൻ്റെ പേര് ജീവ പുസ്തകത്തിനകത്ത് ദൈവം എഴുതിയാൽ ദൂതന്മാരെ കൊണ്ട് സ്വർഗം അവനെ പരിപാലിക്കും. വിശ്വസിക്കുന്നുണ്ടോ? 3, ദൂതന്മാരെ കൊണ്ട് സ്വർഗം അവനെ പരിപാലിച്ചാൽ അവന് വേണ്ടി ഒരു വാഗ്ദത്തം ദൈവം കൊടുക്കും. വാഗ്ദത്തം, അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. ഇതൊരു വാഗ്ദത്തമാണ്. അപ്പോൾ 1, ഒരു കുഞ്ഞ് രക്ഷിക്കപ്പെട്ടാൽ അവൻ്റെ പേര് ജീവ പുസ്തകത്തിനകത്ത് എഴുതും. 2, ജീവ പുസ്തകത്തിൽ പേരെഴുതിയാൽ ദൂതന്മാരെ കൊണ്ട് സ്വർഗം അവനെ പരിപാലിക്കും. 3, ദൂതന്മാരെ കൊണ്ട് ദൈവം അവനെ പരിപാലിച്ചാൽ അവനൊരു വാഗ്ദത്തം കൊടുക്കും. വാഗ്ദത്തം കാറിൻ്റെ ലോൺ അടയ്ക്കുന്നതല്ല, CC അടയ്ക്കുന്നതല്ല, വീട് മേടിക്കുന്നതല്ല. വാഗ്ദത്തം അളവ് നൂൽ അവന് മനോഹര ദേശത്ത് വീണിരിക്കും. 4, അവന് വേണ്ടി ദൈവത്തിൻ്റെ അധികാരങ്ങളെ സ്വർഗം പകർന്നിരിക്കും. ആ വാക്ക് ശ്രദ്ധിച്ചോ. അവന് വേണ്ടി ദൈവത്തിൻ്റെ അധികാരങ്ങളെ ദൈവം എന്ത് ചെയ്തിരിക്കും? പകർന്നിരിക്കും. സ്തോത്രം. 5, അവന് വേണ്ടി ദൈവം ഒരു ഗൈഡ് ലൈൻ കൊടുക്കും. ആ ഗൈഡ് ലൈനാണ് വിശുദ്ധ വേദപുസ്തകം. കരമൊന്ന് ഉയർത്തി ശക്തിയോടെ കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്നുകൂടെ ഞാൻ നിർത്തി പറയാം. 1, ഒരു കൊച്ചു ദൈവത്തിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ പറഞ്ഞോ, അവൻ്റെ പേര് ജീവ പുസ്തകത്തിനകത്ത് ദൈവം എഴുതും. 2, ആമേൻ സ്തോത്രം, അവന് വേണ്ടി ദൂതന്മാരെ കൊണ്ട് സ്വർഗം അവനെ പരിപാലിക്കും. 3, അവന് വേണ്ടി ഒരു വാഗ്ദത്തം കൊടുക്കും. വാഗ്ദത്തം എന്താണെന്ന് ഞാൻ പറഞ്ഞത്? അളവ് നൂൽ മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരു അവകാശം കിട്ടിയിരിക്കുന്നു. 4, അവന് വേണ്ടി ദൈവത്തിൻ്റെ അധികാരങ്ങളുടെ ദൈവം കൈമാറ്റം ചെയ്തിരിക്കും. 5, അവന് വേണ്ടി ഒരു ഗൈഡ് ലൈൻ കൊടുക്കും. അതാണ് വിശുദ്ധ വേദപുസ്തകം. അവന് നടക്കാനുള്ള ഗൈഡ് ലൈനാണ് വിശുദ്ധ വേദപുസ്തകം. ഓക്കെ, ഈ 4 കാര്യങ്ങളെക്കാൾ അപ്പുറമായ ഒരു കാര്യം ഞാൻ പറയാം. അങ്ങനൊരു കൊച്ചു രക്ഷിക്കപ്പെട്ട് ജീവപുസ്തകത്തിൽ പേരെഴുതി ദൂതന്മാരെ കൊണ്ട് പരിപാലിക്കപ്പെട്ട് അളവ് നൂൽ അവന് മനോഹര ദേശത്ത് വീണ് അധികാരങ്ങൾ അവന് വേണ്ടി കൈമാറ്റം ചെയ്ത് വേദപുസ്തകം ഗൈഡ് ലൈനായി ദൈവം അവന് കൊടുത്താൽ അടുത്തത് അവൻ്റെ വീട്ടിൽ ദൈവം ചെയ്യുന്ന കാര്യം, അവൻ്റെ വീടിനകത്തൊരു സന്തോഷം ദൈവം തിരിച്ചു കൊടുക്കും. ആമേൻ. ഇന്ന് പകൽ ഞാൻ ഇതിനകത്തിരിക്കുന്നവരെ നോക്കി പറയാം, സമാധാനം പണം കൊടുത്താൽ കിട്ടില്ല, സന്തോഷം പണം കൊടുത്താൽ കിട്ടില്ല. ലോകത്തിലെ ഏത് ഇതര സംഗതികൾ നിങ്ങൾക്ക് കാശ് കൊടുത്ത് പണം കൊടുത്ത് നിങ്ങൾക്ക് മേടിക്കാം. പക്ഷെ സ്വസ്ഥത നിങ്ങൾക്ക് പണം കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. ഞാൻ പറയാൻ വന്ന ദൂത് ഇതൊന്നും അല്ലെങ്കിലും ഇതിനകത്ത് നിൽക്കുമ്പോൾ ദൈവം ഈ ദൂതിനെ ഇങ്ങനെ തിരിച്ചിട്ട് പറയുക, നമ്മുടെ സഭയ്ക്കകത്തുള്ള ചില വീടുകളുടെ സന്തോഷത്തെ ദൈവം തിരിച്ചു കൊടുക്കുന്ന ഒരാഴ്ചയായി. എത്ര പേർക്ക് ആ ദൂതിനെ ഹൃദയം തുറന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഭവനത്തിനകത്ത് സമാധാനം വാഴത്തില്ല, സ്വസ്ഥത വാഴത്തില്ലെന്ന് ഏതെങ്കിലും പൈശാചിക ശക്തികൾ ആവർത്തിച്ചു പറയുന്നെങ്കിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് പറ, എൻ്റെ വീട് ഹൃദയം തുറന്ന് ആനന്ദിക്കാൻ പോകുകയാ, എൻ്റെ വീട് ഹൃദയം തുറന്ന് ദൈവത്തെ സന്തോഷിക്കാൻ പോകുകയാ, എൻ്റെ വീടിനകത്തൊരു സന്തോഷം തളം കെട്ടി നിൽക്കാൻ പോവുക. ആ സന്തോഷം എങ്ങനെല്ലാം ദൈവത്തിന് കൊണ്ടുവരണമോ അങ്ങനെല്ലാം ആ സന്തോഷം ദൈവം കൊണ്ടുതരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ആ സന്തോഷത്തെ കെടുത്താൻ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും കഴിയില്ല. ആ സന്തോഷത്തെ കൊടുത്താൻ നിന്റെ ഒരു രോഗങ്ങൾക്കും കഴിയില്ല. ആ സന്തോഷത്തെ കെടുത്താൻ നിന്റെ ഒരു കടഭാരങ്ങൾക്കും കഴിയില്ല. നിന്റെ സാമ്പത്തികമുണ്ടോ ഇല്ലയോ വിഷയമല്ല. പക്ഷെ ഇന്ന് പകൽ സന്തോഷത്തെ ദൈവം തിരിച്ചേൽപ്പിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ആ ദൂതിനെ ഹൃദയം തുറന്ന് വിശ്വസിച്ച് പറയണം, എൻ്റെ വീടിനകത്ത് ഈ ആഴ്ചയിൽ ആ സന്തോഷം വെളിപ്പെട്ടു വരാൻ പോകുമ്പോൾ ഞാൻ ആ വാക്ക് പറയുമ്പോൾ ദൈവാത്മാവ് അങ്ങനെ തന്നെ എന്നോട് പറയിപ്പിക്കാൻ പറയുന്നു. വീടിനകത്ത് സ്വസ്ഥത വരുത്താതെ, വീടിനകത്ത് സമാധാനം വരുത്താതെ അലങ്കോലമുണ്ടാക്കുന്ന പൈശാചികത്തിന്റെ കുരുക്കുകൾ ഇന്ന് പകൽ സ്വർഗം അടിച്ചു മാറ്റിയിട്ട് യേശുവിന്റെ നാമത്തിൽ നിന്റെ വീടിനകത്ത് സ്വസ്ഥതയും മടക്കി നൽകും. ഈ വാക്യ സത്യമാണെങ്കിൽ 16:33 ഞാൻ കരം വെച്ചിട്ട് പറയുന്നു, എൻ്റെ വീട് അടങ്ങം ആനന്ദിക്കും. എൻ്റെ വീട് അടങ്ങം സന്തോഷിക്കുന്ന ഈ പദം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില സ്വസ്ഥതയുടെ അഭിഷേകം ചില വീടിനകത്ത് മടങ്ങി വരട്ടെ. പഴയ നിയമത്തിന്റെ ശബത്ത്, പഴയ നിയമത്തിന്റെ ശബത്ത്, പഴയ നിയമത്തിന്റെ ശബത്ത് യേശുവിന്റെ നാമത്തിൽ, പഴയ നിയമത്തിന്റെ ശബത്ത് നിങ്ങൾക്കറിയാമോ 6 ദിവസം ദൈവം സകലതും ഉണ്ടാക്കി.
ഉണ്ടാക്കി. 6 ദിവസത്തിൻ്റെ ദൈവത്തിൻ്റെ അധ്വാനം ഭയങ്കരമായിരുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാട്ടെ. ആകാശവിധാനത്തെ ദൈവം ഉണ്ടാക്കി, ഭൂമിക്ക് ദൈവം അടിസ്ഥാനമിട്ടു, സമുദ്രത്തിനകത്ത് സഞ്ചരിക്കുന്ന മത്സ്യങ്ങളെ ദൈവം ഉണ്ടാക്കി, കാട്ടിനകത്ത് സഞ്ചരിക്കാൻ മൃഗങ്ങളെ ദൈവം ഉണ്ടാക്കി, ആദിമ മനുഷ്യനായ ആദാമിനെ ദൈവം ഉണ്ടാക്കി. 6 ദിവസത്തെ ദൈവത്തിൻ്റെ അധ്വാനം ഭയങ്കരമായിരുന്നു. 6 ദിവസത്തെ അധ്വാനം കഴിഞ്ഞപ്പോൾ വേദപുസ്തകത്തിൽ അടുത്ത വാക്യം എഴുതിയിരിക്കുന്ന അറിയാമോ? 7-ാം ദിവസത്തിൽ അവൻ സ്വസ്ഥനായിരുന്നു. കർത്താവ് ആനന്ദിച്ചെന്ന്. ആനന്ദം, സന്തോഷം നൃത്തത്തിന് തുല്യമാണ്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത്, നിന്റെ രട്ടിനെ ദൈവം അഴിച്ച് അവൻ നിനക്ക് സന്തോഷം ഉടിപ്പിക്കും. അവൻ നിന്റെ വിലാപത്തെ അഴിച്ച് ദൈവം നിന്നെ നൃത്തം ഉടിപ്പിക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ ആഴ്ച സങ്കടത്തിന്റെ ആഴ്ചയല്ല, പരാതികളുടെ ആഴ്ചയല്ല, അത്ഭുതത്തിന്റെ ആഴ്ചയാ. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ സഭയ്ക്കകത്തിരിക്കുന്ന ചില കുടുംബങ്ങൾക്കകത്ത്, റൂമുകൾക്കകത്ത്, വീടുകൾക്കകത്ത്, വ്യക്തികൾക്കകത്ത് ആ സ്വസ്ഥത ഇന്ന് പകൽ വ്യാപരിക്കുമതിനായി സ്തോത്രം. ശബത്തിന്റെ വാഗ്ദത്തം ദൈവം ഇന്ന് പകൽ നമുക്ക് മടക്കി നൽകുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ ഇന്ന് പകൽ അത് പറയുമ്പോൾ ആമൻ, സാത്താനി ശക്തികൾ മറുഭാഗത്ത് നിലമുറയിട്ട് പറയുന്നുണ്ട്, ഇല്ലടാ ഈ ദൂത് ചുമ്മാതാ, ഇത് നിന്റെ വീട്ടിൽ സ്വസ്ഥത ഞാൻ തരികയില്ല. ഈ ദൂത് ചുമ്മാതാ, ഇത് നിന്റെ വീട്ടിൽ ഞാൻ സമാധാനം തരികയില്ല. ഇത് മറുഭാഗത്തുനിന്ന് ഈ ദേശത്തിന്റെ ഏത് ആധിപത്യം അലമുറയിട്ട് പറഞ്ഞാലും വചനത്തിനൊരു പ്രത്യേക അധികാരമുള്ള കാരണത്താൽ ഈ വാക്യത്തെ ഞാൻ തൊട്ടു പറയാം. വീടിനകത്തെ ചില സ്വസ്ഥതകൾ മടങ്ങി വരോ? വിശ്വസിക്കുന്നവർ കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ അവൻ്റെ കുടുംബം അടക്കം ആനന്ദിക്കാൻ തുടങ്ങി, അവൻ്റെ കുടുംബം അടക്കം സന്തോഷിക്കാൻ തുടങ്ങി. ഓക്കെ, ഇന്ന് നമ്മൾ പകൽ പ്രധാനമായും സംസാരിക്കാൻ പോകുന്നത് വിടുതലുകളെ കുറിച്ചാണ്. അടുത്തിരിക്കുന്ന ആളെ കരമൊക്കെ തൊട്ടിട്ട് പറഞ്ഞാട്ടെ, വിടുതലിനെ കുറിച്ചാണ് കേൾക്കാൻ പോകുന്നതെന്ന് പറ. വിടുതലിനെ കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത്. സ്തോത്രം. വിടുതലിനെ കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത്. ഉണ്ടോ? അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം വരും. വിടുതലിനെ കുറിച്ചാണോ? പക്ഷേ ആ വിടുതലിനെ കുറിച്ചാണ്. 16-ാമത്തെ അധ്യായം 5 വിടുതലുകൾ. 5 വിടുതലുകൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 5 വിടുതലുകൾ. 5 വിടുതലുകൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. ഒന്നാമത്തെ വിടുതൽ ആരുടെ വിടുതലാണ്? ഒന്നാമത്തെ വിടുതൽ ലുദിയായുടെ വിടുതൽ. രണ്ടാമത്തെ വിടുതൽ ആരുടെ വിടുതലാ? രണ്ടാമത്തെ വിടുതൽ വെളിച്ചപ്പാടത്തിയുടെ വിടുതൽ. മൂന്നാമത്തെ വിടുതൽ ആരുടേതാ? അത് പൗലോസിന്റെയും ശീലാസിന്റെയും വിടുതൽ. നാലാമത്തെ വിടുതൽ ആരുടേതാ? അത് സഹ തടവുകാരുടെ വിടുതൽ. അഞ്ചാമത്തെ വിടുതൽ ആരുടേതാ? അത് കാരാഗ്രഹ പ്രമാണിയുടെ വിടുതൽ. 5 വിടുതലുകൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. എനിക്കറിയാം, ഞാൻ സ്പീഡ് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പോലും കുറിച്ച് വെക്കാം, ഇങ്ങനെ വേഗത്തിൽ പോകല്ലേ ഭാഷയെ. അപ്പോൾ നമ്മൾ നിർത്തി പറയാൻ പോവാ. ഒന്നാമത്തെ വിടുതൽ ലുദിയായുടെ വിടുതൽ. രണ്ടാമത്തെ വിടുതൽ വെളിച്ചപ്പാടത്തിയുടെ വിടുതൽ. മൂന്നാമത്തെ വിടുതൽ പൗലോസിന്റെയും ശീലാസിന്റെയും വിടുതൽ. നാലാമത്തെ വിടുതൽ അവൻ സഹ തടവുകാരുടെ വിടുതൽ. അഞ്ചാമത്തെ വിടുതൽ കാരാഗ്രഹ പ്രമാണിയുടെ വിടുതൽ. ഒന്നാമത്തെ വിടുതൽ ലുദിയായുടെ വിടുതൽ. ലുദിയായുടെ വിടുതൽ നമുക്ക് വായിക്കാം. 16-ാമത്തെ അധ്യായം. ആമേൻ, സ്തോത്രം. അതിൻ്റെ 16-ാമത്തെ അധ്യായം, അതെ, അതിൻ്റെ 14-ാമത്തെ വാക്യം മുതൽ. 16-ാം അധ്യായം 14-ാം വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം, നിങ്ങൾ കേട്ടാൽ മതിയാകും. തുയത്തര പട്ടണക്കാര്യത്തെയും രക്താംബരം വിൽക്കുന്നവളുമായ. ഇനി അല്പസമയം വചനം പറയാൻ പോവാ, ശ്രദ്ധിക്കണം. തുയത്തര പട്ടണക്കാര്യത്തെയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്നു പേരുള്ള ദൈവഭക്തിയായൊരു സ്ത്രീ, ആ വാക്ക് കണ്ടോ? ദൈവഭക്തിയായിരുന്നൊരു സ്ത്രീ ആമൻ കേട്ടുകൊണ്ടിരുന്നു. എന്തോ കേട്ടുകൊണ്ടിരുന്നു? ദൈവത്തിൻ്റെ വചനം അവൾ കേട്ടുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ വചനം അവൾ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇവളുടെ പ്രത്യേകത 2-3 ആ വാക്യത്തിനകത്തുണ്ട്. നിങ്ങൾ തപ്പിയെടുക്കേണ്ട, ഞാൻ പറയാം, ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ പ്രത്യേകത ഇവളുടെ പട്ടണത്തിൻ്റെ പ്രത്യേകത. എന്താ ഇവളുടെ പട്ടണത്തിൻ്റെ പ്രത്യേകത? ഇവളുടെ പട്ടണം തുയത്തര പട്ടണം. ഒന്ന് പറഞ്ഞേ. മേലിലെന്ന് പറയാൻ ഭയങ്കര എളുപ്പവാസേ. തുയത്തരയോ? ഒന്ന് പറഞ്ഞു നോക്കിയോ. തുയത്തര പട്ടണം. തുയത്തര പട്ടണം. ഓക്കെ, ഇവളുടെ പട്ടണം തുയത്തര പട്ടണം. ഇവൾ ആ പട്ടണക്കാരിയാ. പക്ഷെ ഇപ്പം ഇവൾ ഈ പട്ടണത്തിലല്ല, ഇപ്പം ഇവൾ ഫിലിപ്പിയ പട്ടണത്തിലാണ് നിൽക്കുന്നത്. എന്തിനാ ഇവൾ ഫിലിപ്പിയ പട്ടണത്തിൽ വന്നേ? തുയത്തര പട്ടണക്കാരിയായ ഇവൾ ഫിലിപ്പിയ പട്ടണത്തിൽ വന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ബിസിനസ്സാണ് ഉദ്ദേശം. എന്തോ ഉദ്ദേശം? യോഗത്തിനൊന്നും വന്നതല്ല. യോഗത്തിന് വന്നതാണോ? അല്ല. പിന്നെ എന്തോത്തിന് വന്നതാ? ബിസിനസ്സിന് വന്നതാ. എന്തുവാ ഇവളെ ബിസിനസ്? രക്താംബരം എന്ന് പറഞ്ഞാൽ എന്തുവാ മക്കളെ? രക്താംബരം മൊത്തം വായിച്ച് ധ്യാനിക്കുവാണോ? രക്താംബരം എന്തുവാ? രക്താംബരം രക്തമല്ല, രക്താംബരം എന്തുവാ? അത് പട്ടുവസ്ത്രം. എന്തുവാ? പട്ടുവസ്ത്രം. നമ്മുടെ പൊൻ കസവയൊക്കെ ഇല്ലേ, പട്ടുവസ്ത്രങ്ങളില്ലേ, അതാണ് ഈ രക്താംബരം എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇവളെ ബിസിനസ് ചെറിയ ബിസിനസ് ഒന്നും അല്ല. സ്തോത്രം. ബിസിനസ് അറിയാവുന്ന ഒരു സ്ത്രീയാ. തുയത്തര പട്ടണക്കാരി വണ്ടിക്കൂലി മുടക്കി ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യാൻ ഫിലിപ്പിയ പട്ടണത്തിൽ വന്നു. രക്തം ക്ഷയമെടുക്കുന്നു. അപ്പോൾ ഇവൾ ചില്ലറക്കാരിയല്ല, തൻ്റെ ഉള്ളവളാ. സ്തോത്രം. തീർന്നില്ല. ഇവിടെ ഒന്നാമത്തെ പ്രത്യേകത, ഇവൾ തുയത്തരക്കാരിയാ. ഈ പട്ടണത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഒരു ദൂത് നിങ്ങൾക്ക് മനസ്സിലാകും. തുയത്തര പട്ടണത്തെക്കുറിച്ച് 1-2, മേലില ദേശത്തെക്കുറിച്ചല്ല, തുയത്തര പട്ടണത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അറിയണമെങ്കിൽ വെളിപ്പാട് പുസ്തകം എടുക്കണം. വെളിപ്പാട് പുസ്തകം തുറന്നാട്ടെ. ഈ പട്ടണത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ഈ പട്ടണത്തെക്കുറിച്ചാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 2:18 എടുത്തോ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. തുയത്തരയിലെ സഭയുടെ ദൂതന് എഴുതുക. അപ്പം അവിടെ എന്തോ ഉണ്ട്? ഒരു ചർച്ച ഉണ്ട്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ.
സ്വന്തം പട്ടണത്തിൽ സഭയുണ്ടായിട്ട് രക്ഷപ്പെടാത്തവൾ ഫിലിപ്പിയ പട്ടണത്തിൽ വന്ന് രക്ഷപ്പെട്ടെന്ന് ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. എനിക്ക് ആ വാക്ക് വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. സ്തോത്രം. സ്വന്തം പട്ടണത്തിൽ ചർച്ച ഉണ്ട്. അന്നത്തെ കാലത്ത് ചർച്ചയില്ല കേട്ടോ. സ്തോത്രം. ഇത് പിന്നെ തുയത്തരയിലെ സഭയുടെ ദൂതൻ എഴുതുക. ഇനി അടുത്തത് കേൾക്കണേ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. അപ്പോൾ തുയത്തര പട്ടണക്കാരോട് ദൈവത്തിന് സംസാരിക്കാനുള്ളത് രണ്ട് ഭാഷകളില്ല. അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവനും വെള്ളോടിന് സദൃശ്യമായ കാലുള്ളവനുമായ ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം നിന്റെ വിശ്വാസം പിന്നെ നിന്റെ ശുശ്രൂഷ പിന്നെ നിന്റെ സഹിഷ്ണുത പിന്നെ എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറിയെന്നും. ഇത് ചില്ലറക്കാരൊന്നും അല്ല ചെയ്സാവേ, ദൈവത്തെ സ്നേഹിക്കുന്നവരാ. ഒരു സ്തോത്രം പറയാമോ? ദൈവത്തെ ഇഷ്ടമുള്ളവരാ, ദൈവത്തിൻ്റെ ശുശ്രൂഷയെ സ്നേഹിക്കുന്നവർ, പിന്നെ വിശ്വാസമുള്ളവർ, പിന്നെ സ്നേഹമുള്ളവർ. ആമേൻ. എനിക്ക് തോന്നുന്നു നമുക്കില്ലാത്ത ക്വാളിറ്റികളെല്ലാം ഇത് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്നേഹമുള്ളവർ, വിശ്വാസമുള്ളവർ, ശുശ്രൂഷയെ സ്നേഹിക്കുന്നവർ, സഹിഷ്ണുതയുള്ളവർ. സഹിഷ്ണുത എന്ന് പറഞ്ഞ വാക്ക്, സഹിഷ്ണുത എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ഇനി ഒരു മല മൊത്തം ഇടിഞ്ഞു വന്നാലും ഞാൻ ഇങ്ങനെ കൂളായിട്ട് നിൽക്കും പാസ്റ്റേ. സഹിഷ്ണുത. എന്തോ? സഹിഷ്ണുത. അപ്പം സഹിഷ്ണുതയുള്ളവർ, അത് മാത്രമല്ല ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിൽ ഹൈ ലെവലിൽ കയറ്റുന്നവർ. വിശ്വാസത്തിൽ വന്നപ്പോഴുള്ള കയ്യടിയൊന്നുമല്ല, വിശ്വാസത്തിൽ വന്നപ്പോഴുള്ള സ്വത്രം പറച്ചിലൊന്നുമല്ല, സ്വത്രം വിശ്വാസത്തിൽ വന്നപ്പോഴുള്ള ആരാധനയൊന്നുമല്ല. എല്ലാവരും തലപൊക്കി എന്നെ നോക്കിയാട്ടെ. ഇപ്പോൾ ആൾ കൂടിയപ്പോൾ ആൾക്കാരെ കാണാൻ പറ്റത്തില്ലയോ? എൻ്റെ തമ്പുരാനെ സ്തോത്രം. വിശ്വാസത്തിൽ വന്നപ്പോഴുള്ള കയ്യടിയൊന്നുമല്ല, വിശ്വാസത്തിൽ വന്നപ്പോഴുള്ള ആരാധനയൊന്നുമല്ല, അന്നത്തെ ഉപവാസമൊന്നുമല്ല. ആദ്യത്തെ പ്രവൃത്തി ഒടുവിൽ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഉയർത്തിയ ഒരു ഗ്രൂപ്പ്. എന്നിട്ട് അടുത്ത വാക്ക് കുറ്റമാണ് പറയുന്നത്. കുറ്റം നമുക്ക് ഇഷ്ടമല്ല എങ്കിലും പറയുക. എങ്കിലും താൻ പ്രവാചക എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിക്കുവാനും വിഗ്രഹാർപ്പിതം തിന്നുവാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റവും നിന്നെക്കുറിച്ച് പറയാൻ. ആമേൻ. ഇപ്പം രണ്ട് ക്യാരക്ടറുള്ളവരാ തുയത്തര പട്ടണക്കാർ. ഒന്ന് ഭയങ്കര വിശ്വാസമാണ് പാസ്റ്റേ, സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഉസ്താദുമാരാ. സ്തോത്രം. പിന്നെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ കവിട് വീണ് കിടക്കും, വേണമെങ്കിൽ രണ്ട് കസേര തല്ലിപ്പൊട്ടിച്ച് വായൊക്കെ വലിച്ചേറി ഭയങ്കര ആരാധന. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്തോത്രം. ആരാധന എന്ന് പറഞ്ഞാൽ പിന്നെ ചാടി വീഴും. സ്തോത്രം. സഹിഷ്ണുത ഭയങ്കരമാണ്. പക്ഷെ മറുഭാഗം ഈ പട്ടണത്തിൻ്റെ പ്രശ്നം, ഇസബേൽ എന്ന് പറയുന്ന വശീകരിക്കുന്നവളെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഗ്രൂപ്പും ഈ പട്ടണത്തിനകത്ത് ഉണ്ട്. വേദപുസ്തകത്തിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, അങ്ങനൊരു പട്ടണമാണ്. ഏത് പട്ടണം? തുയത്തര പട്ടണം. ഓക്കെ, നിൽക്കട്ടെ. സ്തോത്രം. ഇനി താഴേക്ക് വായിച്ചു വരുമ്പോൾ ഈ പട്ടണത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന് വിശ്വാസമുള്ളവരുണ്ട്, സ്നേഹമുള്ളവരുണ്ട്, മറുഭാഗത്ത് ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ അനുവദിക്കുന്നവരുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് ഇനി മൂന്നാമത്തെ ഒരു ഗ്രൂപ്പിനെ ഇതിൽ നിന്ന് വേർതിരിക്കുക. 24-ാമത്തെ വാക്യം, 2:24 വാക്യം ഇങ്ങനെ, എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും. ഏതുപദേശം? ഏതുപദേശം? പറ, ബുദ്ധി കൊണ്ട് പറ. ഏതുപദേശം? ചിന്തിച്ചൊക്കെ പറഞ്ഞാൽ മതി. അവൻ ഇഷ്ടം പോലെ ഉണ്ട്. 1 മണിയായാലും സാരമില്ല, ഇന്ന് കൊട്ടിയത് പോകുന്നില്ല, ഇന്ന് റാന്നില്ല വൈകിട്ട് മീറ്റിംഗ്, അപ്പോൾ അവിടെ ചെയ്തോളും. സ്തോത്രം. പറ. അതാ സ്തോത്രം. ഇസബേൽ എന്ന് പറയുന്ന തന്ത്രക്കാരിയുടെ ഉപദേശം കൈക്കൊള്ളാത്ത, അവർ പറയുന്നത് പോലെ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത തുയത്തേരിയിലെ ശേഷം പേരോട്. അപ്പോൾ തുയത്തേരിയിൽ ആരുണ്ട്? ഒരു ശേഷം പേരുണ്ട്. ആ ശേഷം പേരുടെ പ്രത്യേകത എന്നാ? ഇവിടെ ഇനി എസബേലിൻ്റെ തന്ത്രം കണ്ണെഴുതി പൊട്ടുതൊട്ട് സ്തോത്ര കണ്ണെഴുതി പൊട്ടുതൊട്ട് വശീകരണത്തിൻ്റെ ആത്മാവിൽ ഏത് വസ്ത്രത്തിനകത്ത് ഏതൊക്കെ മുടി അഴിച്ചിട്ട് രക്തം ക്ഷയമെടുക്കുന്നു. പിന്നെ കൊട്ടാരത്തിനകത്ത് കയറിയത് ഇസബേലിയ തന്ത്രം ഇങ്ങനെ കൊട്ടാരത്തിനകത്ത് കയറി ജനത്തെ വശീകരിക്കുന്ന ഒരു പൈശാചിക ആത്മാവിൻ്റെ ശക്തിയാണ് ഇസബേൽ. പ്രവാചകന്റെ മുഖത്ത് നോക്കി നിന്നെ കൊന്നുകളയൂടാ എന്ന് വിധെഴുതി ഇസബേലിയ തന്ത്രത്തിൻ്റെ ശക്തിയിൽ പെട്ടുപോകാത്ത ശേഷം മനുഷ്യരും ആ പട്ടണത്തിനകത്ത് ഉണ്ട്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ നമ്മൾ തുയത്തര പട്ടണത്തെക്കുറിച്ചായി പ്രസംഗിക്കുന്നെങ്കിലും നമ്മൾ നിൽക്കുന്ന മേലില ദേശത്തിന് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. സ്തോത്രം. ഈ പട്ടണത്തെ ലക്ഷ്യമാക്കി ഏത് വശീകരണത്തിൻ്റെ ആത്മാവ് വന്നാലും, ഈ പട്ടണത്തെ ലക്ഷ്യമാക്കി ഏത് പൈശാചിക ശക്തി വന്നാലും, ഈ പട്ടണത്തെ ലക്ഷ്യമാക്കി ഏത് ദുർഭൂതങ്ങളുടെ ശക്തി വന്നാലും, എൻ്റെ വീടിനെ ലക്ഷ്യമാക്കി ഏത് പിശാച് കയറിയാലും അതിനകത്ത് തൊടാത്തൊരു ശേഷം മനുഷ്യനെ ദൈവം വിളിച്ചു വേർതിരിക്കട്ടെ. കരമൊന്ന് ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ. ഇതൊരു ഭയങ്കര ചലഞ്ചിങ്ങാണ്. എനിക്കറിയാം ഇത് പ്രസംഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ ഇതൊരു ഭയങ്കര ചലഞ്ചിങ്ങാണ്. പിശാചിൻ്റെ വശീകരണത്തിൻ്റെ ആത്മാവ് നാട് മൊത്തം നടക്കുമ്പോൾ അതിനകത്ത് പെട്ടുപോകാത്തൊരു ശേഷം മനുഷ്യരെന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയല്ല. സ്തോത്രം.
അത് വില കൊടുക്കേണ്ട ഒരു പരിപാടിയാ. ഞാൻ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ നോക്കി ആത്മാവിൽ പറയാം, ഇനി ക്ലാസ്സുകൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് ക്ലാസ്സുകളിലേക്ക് പോവാ. +1 കാരി +2-നായി, 8ാം ക്ലാസ്സുകാരി 10ാം ക്ലാസ്സിലായി, പിന്നെ ആരുള്ളത് 6ാം ക്ലാസ്സുകാരി 7ാം ക്ലാസ്സിലായി. മക്കളെ അടുത്ത ലെവലിലോട്ട് നമ്മൾ കയറുക. ഇനി +2 കഴിയുമ്പോൾ കോളേജ് ലെവലാണ്, അടുത്ത തലങ്ങളാണ്. ഏത് ആത്മാവ് വന്നാലും ഏത് വശീകരണം വന്നാലും ശേഷം മനുഷ്യരെ പോലെ ഇന്ന് പകൽ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിക്കേണ്ടതിന് ഒരു പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. കരമൊന്ന് ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ഈ പഠനത്തിൻ്റെ പ്രത്യേകത വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്, മറുഭാഗത്ത് പിശാചിൻ്റെ വശീകരണമുണ്ട്, പെട്ടുപോകാത്തൊരു ശേഷം മനുഷ്യരുണ്ട്. ഇതാണ് ലുദിയായുടെ ഒന്നാമത്തെ പ്രത്യേകത, അവളുടെ പട്ടണത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനി രണ്ടാമത്തെ അവളുടെ പ്രത്യേകത ശ്രദ്ധിച്ചേ. രണ്ടാമത്തെ അവളുടെ പ്രത്യേകത അവളുടെ ജോലിയാണ്. ഞാൻ പറഞ്ഞല്ലോ, പട്ടുവസ്ത്രം വിൽക്കുന്നവളാണ് ലുദിയ. സ്തോത്രം. അതുകൊണ്ട് തന്നെ അവളുടെ ബന്ധങ്ങളൊക്കെ ഭയങ്കരമാണ്. പട്ടുവസ്ത്രം പിച്ചക്കാരന് കൊടുക്കാൻ പറ്റുമോ? അക്കൗണ്ടിൽ 100 രൂപ മാത്രമുള്ളൊരു പട്ടുവസ്ത്രം കൊണ്ട് വിൽക്കാൻ പറ്റുമോ? പിന്നെ ആർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ? അത്യാവശ്യം പൈസ ഉള്ളവർക്ക് പട്ടുവസ്ത്രം. അപ്പോൾ ഇവളുടെ ബന്ധങ്ങൾ മൊത്തം ആരോടാ? സൊസൈറ്റിയിൽ ഏറ്റവും ഹൈ ലെവലിനകത്ത് നിൽക്കുന്നവളാണ്. ഇവിടെ ഇതാണ് ഇവളുടെ രണ്ടാമത്തെ പ്രത്യേകത. പക്ഷേ ഈ 2 പ്രത്യേകതകളെക്കാൾ ഭയങ്കര മാച്ചാ മൂന്നാമത്തെ പ്രത്യേകത. തൊട്ട് താഴത്തെ വാക്യം പറയുന്നു, ദൈവഭക്തിയുള്ളവൾ. ആരാ? ദൈവ ഭക്തിയുള്ളവൾ. അപ്പം ഞാൻ ഒരു ചിന്ത പറയാം. പണം, കയ്യിലെ പൈസ, നിൽക്കുന്ന ജോലി, ഇരിക്കുന്ന സിറ്റുവേഷൻ, നിൽക്കുന്ന പട്ടണം ഭക്തിക്കൊരു തടസ്സമല്ല. കേട്ടില്ല? നമ്മളെ പറയും. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പാസ്റ്റേ, എന്താ മമ്മയെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത? പാസ്റ്റർക്ക് എന്തോ അറിയാം. പാസ്റ്റർ ഇങ്ങനെ AC ഇട്ട കാറിനകത്തും, പിന്നെ AC ഇട്ട വീടിനകത്തും, പിന്നെ AC ഇട്ട ചർച്ചിനകത്തും, പാസ്റ്റർക്ക് ഇങ്ങനെ പോയി ഞായറാഴ്ച വെള്ളം ഇട്ടുകൊണ്ട് ഇങ്ങനെ നമ്മൾ പ്രസംഗിക്കാൻ ഭയങ്കര സുഖമാണ്. ഞങ്ങൾ നിൽക്കുന്ന വീട് പാസ്റ്റർക്ക് അറിയാമോ? ഞങ്ങൾ നിൽക്കുന്ന ദേശം പാസ്റ്റർക്ക് അറിയാമോ? പിന്നെ ഞങ്ങളുടെ പിള്ളേരെക്കുറിച്ച് പാസ്റ്റർക്ക് അറിയാമോ? പിന്നെ ഞങ്ങളുടെ അച്ചായനെ കുറിച്ച് പാസ്റ്റർക്ക് അറിയാമോ? പ്രാർത്ഥിച്ച് കയറാൻ ഒരു സാധ്യതയില്ലാത്ത സ്ഥലത്താ പാസ്റ്റർ ഞങ്ങൾ നിൽക്കുന്നത്. എൻ്റെ ചോദ്യം, ലുദിയായിക്കോ? തുയ്യത്തര പട്ടണക്കാരി, വശീകരണത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമുള്ളവൾ, ജീവിക്കുന്ന ജോലി, വലിയ ബന്ധങ്ങൾ, ബിസിനസ് ചെയ്യുന്നവൾ. പക്ഷെ അവളകത്തൊരു ഭക്തിയുണ്ട്. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ പറയാം, നമ്മുടെ സാഹചര്യമല്ല നമ്മുടെ ആരാധനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഞാൻ ആ വാക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ചെവി തുറന്ന വാക്ക് കേട്ടോ. നിങ്ങളുടെ വീട് എത്ര ഇടുക്കത്തിൻ്റെ വീടാണെങ്കിലും, നിങ്ങളുടെ വീട് എത്ര ഞെരുക്കത്തിൻ്റെ വീടാണെങ്കിലും, നിങ്ങളെ അസഹ്യപ്പെടുത്തുന്നവർ നിങ്ങളുടെ വീട്ടിനകത്തുണ്ടെങ്കിലും, ആത്മീയ ഭക്തികൾക്ക് ഇതൊരു തടസ്സമല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഉപദേശം ഒന്നുകൂടെ ചെവി തുറന്ന് കേട്ടോ. എത്ര മോശമായ അന്തരീക്ഷത്തിന്റെ പട്ടണത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും, നിങ്ങളുടെ വീട്ടിനകത്ത് എത്ര കുത്തുന്ന പെനീനമാരുണ്ടെങ്കിലും, ഭക്തിക്ക് ഇതൊരു തടസ്സമല്ലെന്ന് പറഞ്ഞാൽ കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ട് പറയണം, അതേ കർത്താവേ, എൻ്റെ ഭക്തിക്കും എൻ്റെ ആത്മീയതയ്ക്കും ഇതൊരു തടസ്സമല്ല. കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. കേരളത്തിൽ അത്രയും ആരാധന സ്വാതന്ത്ര്യം നോർത്ത് ഇന്ത്യയിലില്ല. കേരളത്തിൽ അത്രയും അഭിഷേകത്തിന്റെ ലെവലുകൾ നോർത്ത് ഇന്ത്യയിലില്ല. എൻ്റെ ചോദ്യം, അത്ഭുതം നടക്കുന്നത് കേരളത്തിലാണോ നോർത്ത് ഇന്ത്യയിലാണോ കൂടുതൽ? നോർത്ത് ഇന്ത്യയിലാണ്. അവർക്ക് ആരാധിക്കാൻ അത്ര ലെവലില്ല. ഇതുപോലെ വലിയ ഹോളൊന്നും അവർക്കില്ല. ഇത് അറിയാവുന്നവർ ഇതിനകത്തുണ്ടല്ലോ, വീഡിയോസ് കാണുന്നവർ ഇതിനകത്തുണ്ടല്ലോ. ആമേൻ. അവരുടെ ഹോൾ എന്നൊക്കെ പറയുന്നത് ഓല ഷെഡാണ്. ആഫ്രിക്കയിലെ ചർച്ച് എന്നൊക്കെ പറയുന്നത് ഓല ഷെഡാണ്. പക്ഷേ ഇവിടെ വ്യാപരിക്കുന്ന അത്ര അത്ഭുതം പോലും അവിടെ വ്യാപരിക്കുന്ന അത്ര അത്ഭുതം പോലും നമ്മുടെ ചർച്ചകൾ എന്ത് ചെയ്യുന്നില്ല. അപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷൻ നല്ലതോ മോശമൊന്നും അല്ല ദൈവത്തിന് അറിയണ്ടേ. ഇരിക്കുന്നവൻ ഭക്തിയോടാണോ ഇരിക്കുന്നത്? എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ പ്രാർത്ഥിക്കുക, നമ്മുടെ ചർച്ചിനകത്ത് ഭക്തിക്ക് വിരോധമായി ഒറ്റ കാര്യങ്ങളും നടക്കാതിരിക്കട്ടെ. രക്തംക്ഷയം ഭക്തിയില്ലാത്ത ഒരാൾ പോലും നമ്മുടെ സഭയിൽ ഇല്ലാതിരിക്കട്ടെ. രക്തംക്ഷയം എടുക്കുന്നു. എല്ലാവരുടെയും കരത്തിനകത്തൊരു ഭക്തി മുറുകെ പിടിക്കട്ടെ. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, ഈ ഒരാഴ്ച മൊത്തം കഴിക്കാൻ ആഹാരമില്ലെങ്കിലും, കുടിക്കാൻ വെള്ളം കിട്ടിയില്ലെങ്കിലും, ഭക്തിയുള്ള ഒരു 10 എണ്ണത്തെ നമ്മുടെ സഭയ്ക്കകത്ത് ദൈവം പുറത്തു കൊണ്ടുവന്നാൽ ഈ ദേശം ഇളക്കി മറിയിക്കാൻ അവര് മതി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി ഞാൻ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവത്തോട് പറ, എൻ്റെ ജീവിതത്തിനകത്ത് ഒരു നന്മയില്ലെങ്കിലും ഇന്ന് പകൽ ഞാൻ ഭക്തി മുറുകെ പിടിച്ചിരിക്കും. രക്തം ക്ഷയം എടുക്കുന്നു. ഞാൻ നിൽക്കുന്ന ജോലിയോ എൻ്റെ സിറ്റുവേഷനോ ആത്മീയ ആരാധനകൾക്ക് തടസ്സമാകില്ല. കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഇപ്പൊ ഇവളുടെ പ്രത്യേകത, ആമേൻ സ്തോത്രം, ഇവളുടെ ഭക്തിയാണ്. ഇനി ഞാൻ ആ വാക്കിനൊന്നുകൂടെ ശാന്തമായിട്ട് വ്യാഖ്യാനിക്കാം. ഇവളുടെ ഭക്തിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഭക്തി നല്ലതാണ്, പക്ഷേ ഇവിടെ ഭക്തിയുടെ പ്രശ്നം, ഇവിടെ യഹൂദ മതത്തെ ഇപ്പോൾ വിശ്വസിക്കുന്നത്. പല ബൈബിൾ അല്ലെങ്കിൽ പല പുസ്തകങ്ങളൊക്കെ ഇന്നലെ രാത്രിയൊക്കെ റെഫർ ചെയ്ത് ഇന്ന് രാവിലെയൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെ. ഇവൾ യഹൂദ മതത്തിനോടാണ് ഇഷ്ടം. ഇപ്പം ഇവൾ മതം മാറിയിട്ടൊന്നുമില്ല, ഇവൾ യഹൂദ മതത്തോട് ചേർന്ന് വന്നിട്ടൊന്നുമില്ല. പക്ഷെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഇവൾ പോയിരിക്കും. അങ്ങനെയുള്ള കുറച്ച് പേര് നമ്മുടെ സമൂഹത്തിലും
ഉണ്ട്. സ്തോത്രം. മാറിയിട്ടൊന്നുമില്ല ഭാഷയെ, സ്തോത്രം. പക്ഷേ ആരാധന ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. പെന്തക്കോസ് പ്രാർത്ഥന ഞങ്ങൾ അങ്ങനെയുള്ളവർ നമ്മുടെ കൂട്ടങ്ങൾക്കകത്ത് പിന്നെ നമ്മുടെ സമൂഹങ്ങൾക്കകത്ത് ഉണ്ട്. സ്തോത്രം. ഇപ്പോൾ ഇവിടെ പ്രത്യേകത ഇവിടെ മതമൊന്നും മാറിയിട്ടില്ല, പക്ഷേ യഹൂദ മതം ഇവർക്ക് ഇഷ്ടമാണ്. അതാണ് ഇവളെ ഭക്തി എന്ന് വേദപുസ്തകം ഉദ്ദേശിച്ച ഭക്തി. സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, അങ്ങനെ ഭക്തി പാതി വഴിയിൽ നിൽക്കുന്ന ഇവളോട് ദൈവത്തിൻ്റെ വചനം പൗലോസ് സംസാരിക്കുക. ഒന്നാമത്തെ വിടുതൽ ശ്രദ്ധിച്ചോ. ഭക്തിയോടെ നിൽക്കുന്ന ഇവളോട് ദൈവത്തിൻ്റെ സത്യത്തെ സംസാരിച്ചത് ലുതിയോടൊന്നും അല്ല. ആണോ? അല്ല. ആ പുഴവക്കത്തിരുന്ന എല്ലാ സ്ത്രീകളോടും ദൈവവചനം സംസാരിച്ചു. പക്ഷെ ആരുടെ ഹൃദയം മാത്രമേ തുറന്നോളൂ? അയ്യോ, കരമുയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ. എന്നാ വാക്കാച്ചാ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. മീറ്റിങ്ങിനൊക്കെ തിരികെ 2, 4, 6, 8, 10, 12, 14, 16, 17, 18, 19, 20, 21, 22, 25 പേരുണ്ട് യോഗത്തിനകത്ത്. പക്ഷേ ഹൃദയം തുറന്നതോ ഒറ്റ ഒരാളുടെ മാത്രം. 1000 പേര് കൂടുന്ന കൺവെൻഷനകത്തും ചിലപ്പം ദൈവം തുറക്കുന്ന ഒരു ഹൃദയത്തെ മാത്രമായിരിക്കും. നീ പകൽ പ്രാർത്ഥിക്കാവോ? കർത്താവേ, അടുത്തിരിക്കുന്ന ആളെ തൊട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് തുറണേ എന്ന് പ്രാർത്ഥിക്കാവോ? അടുത്തിരിക്കുന്ന ആളെ സ്പർശിച്ചില്ലെങ്കിൽ എന്നെ ഒന്ന് സ്പർശിക്കണേ എന്ന് പ്രാർത്ഥിക്കാമോ? അടുത്തിരിക്കുന്ന ആളെ ഹൃദയം തുറന്നില്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ ഹൃദയം ഇന്ന് പകലും തുറക്കണേ എന്ന് പ്രാർത്ഥിക്കാമോ? പുഴവക്കത്തെ പ്രസംഗം കേൾക്കാൻ ഭയങ്കര ക്രൗഡ് ഉണ്ടായിരുന്നു മാമേ. പക്ഷേ യോഗത്തെ ദൈവം തുറന്നത് ഒരു ലുദിയായുടെ ഹൃദയം. ആദ്യത്തെ വിടുതല. ഫിലിപ്പിയ പട്ടണത്തിലെ ആദ്യത്തെ വിശ്വാസിയ ലുദിയ. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ പറയാം, ദേശത്തിൻ്റെ ആദ്യത്തെ സീഡായിട്ട്, ദേശത്തിൻ്റെ ആദ്യത്തെ വിത്തായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇവളുടെ ഭക്തിയുടെ പ്രത്യേകത, ഇവൾ യഹൂദ മതത്തിൻ്റെ വിശ്വാസം ഉള്ളവളാണ്. പക്ഷേ യഹൂദ മതത്തിലേക്ക് മാറിയില്ല. വചനം സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ലുദിയായുടെ ഹൃദയം ദൈവം തുറന്നപ്പോൾ 15-ാമത്തെ വാക്യം, അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ കർത്താവിൽ എന്നെ വിശ്വസ്ത എന്നെണ്ണിയിരിക്കുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർക്കണമെന്ന് അവൾ അപേക്ഷിച്ചു. എന്ന് വെച്ചാൽ അവളുടെ വിടുതൽ ആ വാക്യത്തിനകത്ത് സംഭവിക്കുക. ദൂത് ഞാൻ പറയാം, ലുദിയ വിടിവിക്കപ്പെട്ടത്, മനസ്സിൽ ആ വാക്ക് സൂക്ഷിക്കുക, ലുദിയ വിടിവിക്കപ്പെട്ടത് വചനത്തിൻ്റെ ശക്തിയാലാണ്. ഒന്നുകൂടെ കേട്ടോ വാക്ക്, ലുദിയായുടെ വിടുതൽ വചനത്തിൻ്റെ ശക്തിയാലാ. അപ്പോസ്തലൻ തലയിൽ കൈവച്ചില്ല, അപ്പോസ്തലൻ അവളെ ശാസിച്ചില്ല, അപ്പോസ്തലൻ അവളുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ചില്ല, അപ്പോസ്തലൻ ആകെ കൂടെ വചനം സംസാരിച്ചു. അങ്ങനാണെങ്കിൽ ഞാനൊരു ദൂത് പറയാം, വചനത്താൽ ഒരു വിടുതലുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഹൃദയം തുറന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഈ ഞായറാഴ്ച പകൽ ദൈവം നമ്മുടെ ചില കുടുംബങ്ങളെ വിടിവിക്കും. എങ്ങനെയാണെന്നറിയുമോ? വചനത്തിന്റെ ശക്തിയാൽ വിടിവിക്കോ. ഇന്ന് പകൽ സ്വർഗത്തിലേക്ക് തല ഉയർത്തിപ്പിടിച്ചിട്ട് പറ, എൻ്റെ വിടുതൽ ഇന്ന് പകൽ വചനത്താൽ വെളിപ്പെട്ടു വരുന്നതിനായി സ്തോത്രം. നിന്നെ ആര് പൂട്ടിക്കെട്ടിയാലും ഇന്ന് പകൽ മനുഷ്യന് കയറാൻ പറ്റാത്ത കാരാഗ്രഹത്തിനകത്തളങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അയച്ച ഇന്ന് പകൽ സ്വർഗം ചില വിടുതലുകൾ ചെയ്യുമെന്ന് പറഞ്ഞ ഞാൻ ആ വാക്ക് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രവചിച്ചു ദൂത് പറയാൻ പറയുന്നു. നിന്റെ വിഷയം കിടക്കുന്ന സ്ഥലത്തിലേക്ക് അവൻ വചനത്തെ എറിയാൻ പോകുക. വചനം അയച്ച അവൻ അവരെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ശരീരത്തിന്റെ ചില രോഗങ്ങൾ ഈ വാക്ക് നിമിത്തം അടിയട്ടെ. ശരീരത്തിന്റെ ചില ക്ഷീണങ്ങൾ ഈ വാക്ക് നിമിത്തം അടിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ദൂതിനെ ഒന്ന് സ്വീകരിച്ചോ. ശരീരത്തിന്റെ ചില അസ്വസ്ഥതകൾ ഈ വാക്ക് നിമിത്തം അടിയട്ടെ. അവൻ വചനം അയച്ചു. ശരീരത്തിന്റെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഒഴുകുന്ന ആ രോഗത്തിന്റെ ആസക്തികളെ നോക്കി പറ, ഇന്ന് പകൽ വചനം വെളിപ്പെട്ടു വരുമ്പോൾ ഇതൊരു പത്മ കേട്ടോ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽ ദൈവം ചില രോഗങ്ങളെ തൊടും. ഇന്ന് പകൽ ദൈവം ചില രോഗങ്ങളെ സൗഖ്യമാക്കും. യേശുവിന്റെ നാമത്തിൽ ഈ വാക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വചനത്തിന്റെ ശക്തിയ ചില സൗഖ്യങ്ങൾ. എന്താ ആശ്രയിത്ര ഉറപ്പ്? വചനം അയച്ചവൻ അവരെ വിടിവിക്കുന്ന സ്വർഗത്തിലെ ദൈവം. വചനം അയച്ചവൻ അവരെ വിടിവിക്കുന്ന ദൈവം. വേദപുസ്തകത്തെ അടുത്ത വാക്യം നിങ്ങൾക്കറിയാമോ? നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിഞ്ഞാലും അതെന്ത് ചെയ്യും? തിരിച്ചു വരും. വചനത്തിനൊരു വിടുതൽ ഉണ്ട്, രക്തം ക്ഷയമെടുക്കുന്നു. വചനത്തിനൊരു ശക്തി ഉണ്ട്, രക്തം ക്ഷയമെടുക്കുന്നു. എത്രയോ പ്രിയപ്പെട്ടവരെ ഫോൺ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പലരോടും പ്രവാചക ശബ്ദങ്ങൾ ഈ ദിവസങ്ങളിൽ പറയാറില്ല. വ്യക്തിപരമായ വിഷയത്തിനകത്ത് പ്രവാചക ശബ്ദങ്ങൾ ഈ ദിവസങ്ങളിൽ പറയാറില്ല. ആമേ സ്തോത്രം. പ്രവാചക ശബ്ദങ്ങൾ ഈ ദിവസങ്ങളിൽ പറയാറില്ല. ആമേ സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാവരോടും ഈ ദിവസങ്ങളിൽ പറയുന്ന സിസ്റ്ററെ ആ വിഷയം സംബന്ധമായി പ്രാർത്ഥിച്ചിട്ട് ദൈവം ഒരു ദൂത് തരുന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നതിനേക്കാൾ മുമ്പ് അവരോട് അവസാനം പറയും, ഞാനൊരു വചനം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. അവർ പറഞ്ഞ് പ്രാർത്ഥിച്ചോ പാസ്റ്റേ. ആ വിഷയത്തിന് വേണ്ടി ശക്തമായിട്ടൊരു വചനം പറയും. ആ വിഷയവുമായി കണക്റ്റഡ് ആകുന്ന ഒരു ഭാഗം രോഗമുള്ള വിഷയമാണെങ്കിൽ ഈ വചനം പറയും, അവൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ആമേ സ്തോത്രം. കടഭാരമുള്ള വിഷയമാണെങ്കിൽ പറയും, സോഴ്സുകൾ വാതിലുകളെ തുറക്കുന്നൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഓരോ വിഷയ സംബന്ധമായി വചനങ്ങൾ പറയും. ഭൂമിയുടെ വിഷയമാണെങ്കിൽ പറയും, അതിരുകളെ മാറ്റിയെഴുതുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. റിപ്പോർട്ടുകൾ പ്രതികൂലമായ വിഷയമാണെങ്കിൽ പറയും, അവൻ മേലെഴുത്തുകളെ വിധിയെഴുത്തുകളെ തള്ളിക്കളയുന്ന സ്വർഗത്തിലെ ദൈവമാണ്. ഓരോ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഐസിയുവിനകത്ത് കിടക്കുന്ന ഒരു സിസ്റ്റർ പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ റിലേറ്റീവ് വിളിച്ചപ്പോഴും പറഞ്ഞ വചനം, മരണത്തിന്റെയും ജീവന്റെയും താക്കോൽ നിന്റെ കയ്യിലാണ് ഉള്ളത്. പിന്നത്തേതിലൊരു വാർത്ത കേട്ടമ്മാമേ, ഈ പ്രാർത്ഥിച്ച വിഷയത്തിനകത്തെല്ലാം സ്വർഗം അത്ഭുതം
സ്വർഗം ചെയ്യാൻ തുടങ്ങി. ചെയ്തതിൻ്റെ രഹസ്യം പാസ്റ്റർ അവിടെ പോയത് കൊണ്ടല്ല, വചനം അയച്ചവൻ അവരെ വിടുവിച്ചു. ഇന്ന് പകൽ ദൈവത്തോട് പറ, എൻ്റെ ഒന്നാമത്തെ വിടുതലിൻ്റെ രഹസ്യം വചനത്താലാണ്. ഉറക്കെ പറ, എൻ്റെ ഒന്നാമത്തെ വിടുതലിൻ്റെ രഹസ്യം വചനത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ഒന്നാമത് വിടുവിക്കപ്പെട്ടത് ലുദിയ വിടുവിക്കപ്പെട്ടു. രണ്ടാമത് ആര് വിടുവിക്കപ്പെട്ടു? രണ്ടാമത് വിടുവിക്കപ്പെട്ടത് വെളിച്ചപ്പാടെത്തിയ. വാക്യം എവിടെയാ? 16 വാക്യം. വെളിച്ചപ്പാടെത്തി വിടുവിക്കപ്പെട്ടു. നിങ്ങൾ വാക്യം ശ്രദ്ധിച്ചേ. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തിലേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാലിക്കാരി. അപ്പോൾ ഇവളെ പ്രശ്നം ശ്രദ്ധിക്കണേ, ശാന്തമായിട്ട് ഞാൻ പറയുക. ഇവളുടെ പ്രശ്നം, ഇവളാൽ നിയന്ത്രിക്കപ്പെടുന്നവളല്ല, പിന്നെ ഇവൾ ആരാലോ നിയന്ത്രിക്കപ്പെടുകയാണ്. ആരാ ഇവളെ നിയന്ത്രിക്കുന്നത്? ഇവളെ നിയന്ത്രിക്കുന്നത് യജമാനന്മാരാ. ഇതൊരു അപകടം പിടിച്ച പരിപാടിയാണ്. ശ്രദ്ധിച്ചാൽ അത് കേട്ടോ. ഇവൾക്ക് എന്തൊക്കെയോ സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, ഇവൾക്ക് എന്തൊക്കെയോ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇവളുടെ പ്രശ്നം, ഇവൾ സംസാരിക്കുമ്പോൾ ഇവൾ അകത്ത് കയറിയിരിക്കുന്നത് മറ്റൊരു പൈശാചിക സ്പിരിറ്റാണ്, ഒരു വെളിച്ചപ്പാടത്തിയുടെ സ്പിരിറ്റ്. അത് മാത്രമല്ല, ഇവളിങ്ങനെ ചെയ്ത് ഈ പൈസയെല്ലാം കിട്ടിയാൽ ഇവൾക്ക് പ്രയോജനമില്ല. കാരണം POC ട്രാൻസ്ലേഷനകത്ത് കിടക്കുന്നത് ഇവൾ അടിമ സ്ത്രീയാണെന്ന. അടിമ സ്ത്രീയാ. അപ്പോൾ ഇവൾക്ക് കിട്ടുന്ന നന്മ യജമാനന്മാർക്കുള്ളതാ. രക്തം ക്ഷയമെടുക്കുന്നു. ഇന്ന് പകൽ ഞാൻ ആ വാക്ക് പറയുമ്പോൾ ആ വാക്കിനെ വ്യാഖ്യാനിച്ച് ദൈവാത്മാവിൽ ഞാൻ പറയാം. സ്വന്തം ഇഷ്ടപ്രകാരെ പോകാൻ ആഗ്രഹിച്ചിട്ടും, സ്വന്തം ഇഷ്ടപ്രകാരെ ജീവിത ശൈലികൾ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടും ഏതോ ഒരു സ്പിരിറ്റിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ചിലർ, ഏതോ ഒരു സ്പിരിറ്റിനാൽ. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ ചിലർ പറയുന്നുണ്ടായിരിക്കാം, എൻ്റെ രക്തബന്ധങ്ങളിൽ ചിലർ അങ്ങനെ ഉണ്ട് പാസ്റ്റേ, അല്ലെങ്കിൽ എൻ്റെ തലമുറകളിൽ ചിലർ അങ്ങനെ ഉണ്ട് പാസ്റ്റേ. അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം പോകാൻ പറ്റില്ല. അവരുടെ ഭാവിയെ ഏതോ സ്പിരിറ്റ് ഇങ്ങനെ നിയന്ത്രിക്കുക, ഏതോ പൈശാചിക സ്പിരിറ്റ് ഇന്ന് പകൽ നിയന്ത്രിക്കുക. ദൈവം പറയുന്നു, ആ സ്പിരിറ്റിൻ്റെ വിടുതല അടുത്ത വിടുതലാക്കി സ്വർഗം ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ വിടുതൽ ബിസിനസ്സുകാരിയുടെ വിടുതലാണെങ്കിൽ, രണ്ടാമത്തെ വിടുതൽ ദേശത്തെ പൈശാചിക ആത്മാവിൽ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു വെളിച്ചപ്പാടത്തിയുടെ വിടുതല. കരമൊന്ന് ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ വെളിച്ചപ്പാടത്തിയുടെ വിടുതൽ എങ്ങനെ സംഭവിച്ചെന്നറിയാമോ? വെളിച്ചപ്പാടത്തിയുടെ വിടുതൽ സംഭവിച്ചത് പൗലോസിന്റെ അധികാരത്താലാണ്. എന്താ? പൗലോസിന്റെ അധികാരത്താലാണ്. അവൻ തിരിഞ്ഞു, അവളെ നോക്കി മുഷിഞ്ഞു, ശാസിച്ചു. ആ ഭൂതത്തെ നോക്കി പൗലോസ് ശാസിക്കുക. മക്കളെ ഒന്ന് എഴുന്നേറ്റ് വന്നേടാ, മോനെ ഒന്ന് എഴുന്നേറ്റ് വന്നേ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ പൗലോസ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ ഫിലിപ്പിയ പട്ടണത്തിനകത്ത് വന്നത് രക്ഷാമാർഗം അറിയിക്കാനാ, ദേശത്തോട് സുവിശേഷം പറയാനാ. ഈ വെളിച്ചപ്പാടത്തെ സ്ത്രീ ആരാലോ നിയന്ത്രിക്കപ്പെടുക. ഇവളുടെ പ്രശ്നം, ഇവളുടെ കണ്ണ് ഇവക്ക് ഇഷ്ടമുള്ളതുപോലെ കാണാൻ കഴിയില്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സത്യമാണോ? ഇവളെ നാവ് തുറന്ന് ഇവക്ക് ഇഷ്ടമുള്ളത് പറയാൻ പറ്റത്തില്ല. കാരണം ഇവൾ ആരാലോ നിയന്ത്രിക്കപ്പെടുക. ഇവൾ ആരാലോ നിയന്ത്രിക്കപ്പെടുക. ഇവൾ അകത്ത സ്പിരിറ്റാണ് ഇവളെ നിയന്ത്രിക്കുന്നത്. ഇന്ന് പകൽ ഞാനത് പറയുമ്പോൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. സ്തോത്രം. നമ്മുടെ സഭയ്ക്കകത്തോ അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിനകത്തോ ഇങ്ങനെ പെട്ടുപോയ അവർ പ്രശ്നക്കാരല്ല ചാ, അവരാരാലോ നിയന്ത്രിക്കപ്പെടുകയാണ്. അവർ പറയാൻ ഉദ്ദേശിക്കുന്നതല്ല ഈ പറയുന്നേ. മനസ്സിലാക്കുന്നുണ്ടോ? അവരുടെ ഇഷ്ടാനുസരണമല്ല അവർ കാര്യങ്ങൾ ചെയ്യുന്നേ. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലെങ്കിലും ചിലർ ഇങ്ങനെ കാണുമായിരിക്കാം. നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹം. പൗലോസിൻ്റെ ഭാഷയാണ്, നന്മ ചെയ്യണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു, പക്ഷെ ഞാൻ ചെയ്യുന്നതോ ഇച്ഛിക്കാത്ത തിന്മയപ്പറേ. എന്ന് വെച്ചാൽ ഇവൻ ആരാലോ നിയന്ത്രിക്കപ്പെടുകയാ. പക്ഷേ ആഗ്രഹിച്ചത് ഈ ആഴ്ച മൊത്തം പ്രാർത്ഥനയിൽ ഇരിക്കണമെന്നാ, പക്ഷെ അന്തരീക്ഷം മാറി. താല്പര്യം ഈ ആഴ്ച മൊത്തം ദൈവസ്ഥാനത്തിൽ കവണ് വീണ് കിടക്കണമെന്നായിരുന്നു, പക്ഷെ അന്തരീക്ഷം മാറി. ഞാൻ മറ്റെന്തിനാലോ നിയന്ത്രിക്കപ്പെടുക. പ്രാർത്ഥിക്കാനിരുന്നാൽ പോലും എന്നെ പ്രാർത്ഥിപ്പിക്കാത്ത ഒരു പൈശാചിക സ്പിരിറ്റ്, അങ്ങനെ ഒരു ആധിപത്യം ഉണ്ട് പ്രിയരെ. വിശ്വസിച്ചാലും ഇല്ലേലും ഞാൻ പറയാം, നമ്മുടെ ആഗ്രഹമൊക്കെ ഭയങ്കരമാണ്, നമ്മുടെ ഇഷ്ടമൊക്കെ ഭയങ്കരമാണ്. നമ്മുടെ ആഗ്രഹം നമുക്ക് എപ്പോഴും അന്യഭാഷ പറയണം, സ്വോത്രം പറഞ്ഞ് രാറ്റായൊക്കെ പറഞ്ഞ് നടക്കണമെന്നാണ്. പക്ഷേ പ്രശ്നം, നമ്മളെ ശരീരത്തെ നമുക്ക് വിട്ടുതരാത്തൊരു പൈശാചിക സ്പിരിറ്റ് ഉണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഉണ്ട്, അങ്ങനൊരു സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റിനെ നമ്മൾ എപ്പോൾ ജയിക്കുമോ അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു. ആ സ്പിരിറ്റിനെ എപ്പോൾ നമ്മൾ കെട്ടുപൊട്ടിക്കുമോ അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു. ഇവളുടെ കണ്ണ് ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല, ഇവൻ്റെ കാത് ഇവന് ഇഷ്ടമുള്ള രീതിയിലല്ല, ഇവനെ എന്തോ ഒന്ന് നിയന്ത്രിക്കുക. അങ്ങാനും ഇത് പുറത്തിറങ്ങിയാലും ഇത് പറയുന്ന വാക്കുകൾ മൊത്തം പൈശാചിക ആത്മാവിൻ്റെ വാക്കുകളാണ്. ഇനി ആരുടെ പുറകിലാണ് ഇവ നടക്കുന്നതെന്ന് അറിയാമോ? പുറകിൽ നടക്കുക, മെനക്കെട്ട് നടക്കുക, ഒരു പണിയില്ല ചാ. ചുമ്മാതെ പ്രയോജനപ്പെടുന്ന അഭിഷക്തന്മാരുടെ പുറകിലിങ്ങനെ അവരെയും പ്രശ്നം പറഞ്ഞ് അവരെയും മുഷിപ്പിച്ച് ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നൊരു സ്പിരിറ്റ്, പ്രാർത്ഥിക്കുന്നവനെതിരെ നടക്കുന്ന പൈശാചിക സ്പിരിറ്റുകളെ ദൈവാത്മാവ് തട്ടും. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തെ മുഷിപ്പിക്കുന്ന പൈശാചിക ആത്മാവിനെ ദൈവം തകർക്കും. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഇതിങ്ങനെ പുറകെ നടക്കുക. എൻ്റെ ചോദ്യം, ഈ പറയുന്നത് ശരിയാണോ ദീനെ? അല്ലയോ? അല്ലയോ?
അല്ലയോ അല്ലയോ? ഈ പറയുന്നത് ശരിയല്ലയോ? ശരിയാ. എന്തോ ഇവള് പറയുന്ന ദൂതെന്തുവാ? ഇവളുടെ വെളിച്ചപ്പാട്, ഇവളുടെ ലക്ഷണം എന്തോ പറയുന്നത്? അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്മാർ. ശരിയല്ലയോ? അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്മാരില്ലയോ? പിന്നെ അടുത്തെന്തോ ഇവള് പറഞ്ഞേ? രക്ഷാമാർഗം അറിയിക്കാൻ നിങ്ങളോട്. സത്യമില്ലയോ? രക്ഷാമാർഗം അറിയിക്കാനല്ലയോ വന്നേ? അപ്പം നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞേനെ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഞാൻ വന്നത് എന്തിനാന്ന് ഭൂതത്തിന് പോലും മനസ്സിലായി. സ്തോത്രം സ്തോത്രം, എൻ്റെ ദൈവം എന്തൊരു വിശ്വസ്തനാണ്, ഭൂതത്തിന് പോലും ഞാൻ ആരാന്ന് വെളിപ്പെട്ടു, ഹല്ലേലൂയ കർത്താവേ എന്നാണ്. ഇതൊക്കെ നമ്മൾ പറയും, ഇതൊക്കെ നമ്മൾ പറയും. അങ്ങനെയുള്ള ചിലതുണ്ടാച്ചാ ദേശം. എനിക്കറിയില്ലേ ദൂത ദൈവം എന്തിനെങ്ങനെ തിരിക്കുന്നതെന്ന്. കൈ കാണിച്ചേ, ഭാവി പറയട്ടെ, ഭാവി പറയട്ടെ. അപ്പം നമ്മൾ പറയും, എന്നാൽ പാസ്റ്ററോ പറയുന്നില്ല, എന്നാൽ പിന്നെ ആൻറ്റിയെങ്കിലും പറ. നമ്മൾ പ്രശ്നം വാച്ചാ ഇത്. യോഗത്തിന് വന്നിരുന്നിട്ടോ ഒരു വിടുതലില്ല, എന്നാൽ അവിടെങ്കിലും പോയി. ഇത് രണ്ട് സ്പിരിറ്റാ. ഇത് കൈ നോക്കിയ ലക്ഷണം പറയാം. പക്ഷേ റോയ് പക്ഷേ വേറൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, മുഖം നോക്കി. അവർ കൈ നോക്കൂ, എനിക്കറിയില്ല. അവർ കൈ നോക്കില്ല. അവർ പിന്നെ മുഖം നോക്കി ലക്ഷണം പറയും. അല്ലാതെ ഡള്ളായിരിക്കുന്നല്ലോ, രാവിലെ ഒന്നും കഴിച്ചില്ലേ. അവർ മുഖം നോക്കി. എന്തോ പ്രയാസമുണ്ട് അമ്മാമ്മയ്ക്ക് അല്ലയോ? അപ്പം നമ്മൾ പറയും അപ്പോൾ പിന്നെ ക്ലിക്കായി. അപ്പോൾ നമ്മൾ പറയും വീടിനെ കുറിച്ചുള്ള ഭാരമല്ലയോ? പിന്നെ അടുത്ത് രോഗങ്ങളുണ്ട്. എൻ്റെ ചോദ്യം, ഇതൊക്കെ ആർക്കാച്ചാ ഇല്ലാത്ത? വീടിനെ കുറിച്ചുള്ള ഭാരം, രോഗങ്ങൾ. അല്ലെ പിന്നെ നമ്മൾ അംബാനിക്ക് കൊണ്ട് ടെൻഷൻ. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഇതിപ്പോൾ ആർക്കും പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇതൊരു പൈശാചിക ആത്മാവിൻ്റെ സ്വാധീനം. നമ്മളെന്താണെന്ന് ആ പിശാചിനെ അറിയാം. അതുകൊണ്ടാണ് ഈ സാധനം ഇട്ടുതരുന്നത്. പറഞ്ഞത് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കാൻ വന്നിരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിലും പൗലോസും ആത്മാവായിട്ട് ഇത് കണക്റ്റഡ് ആകുന്നില്ല. പറഞ്ഞ സംഭവം ദൂതൊക്കെ ശരിയാ, പക്ഷെ പ്രശ്നം പറഞ്ഞ ദൂത് ശരിയാണെങ്കിലും വന്നത് ഏത് ആത്മാവിൽ നിന്നുള്ള പ്രശ്നം. മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് പകൽ ഞാൻ പറയുന്നത് വിടുതലല്ല നമ്മുടെ വിഷയം. വിടുതൽ വെളിപ്പെട്ട് വരുന്ന വഴി ശരിയാണെന്നൊന്ന് പഠിക്കണം. അപ്പോൾ പ്രശ്നം ഇത് നമ്മളെ വശീകരിക്കുന്നൊരു വൈശാചിക ശക്തിയാണ്. പറഞ്ഞ ദൂതൊക്കെ കറക്റ്റാ, പക്ഷെ ഈ വന്ന ആത്മാവ് പ്രശ്നമായതുകൊണ്ട് പൗലോസ് നിന്നു. അവിടെ നിൽക്കണേ മക്കളെ. പൗലോസ് നിന്നു, തിരിഞ്ഞു അവളിലുള്ള ഭൂതത്തോട്. ഇനി അവളെ വിടുതലിൻ്റെ സമയം കേട്ടോ. അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടു പോകുക എന്ന് ശാസിച്ചു. അടുത്തത്, ആ ഭൂതം അവളെ വിട്ടുപോയി. സ്തോത്രം. അപ്പോൾ ഇവളുടെ വിടുതലിൻ്റെ അധികാരത്തിൻ്റെ ഇവളുടെ വിടുതലിൻ്റെ രഹസ്യക്കൂട്ട് എന്താ? പൗലോസിൻ്റെ അകത്ത് വ്യാപരിച്ച അഭിഷേകത്തിൻ്റെ ശക്തിയാ, അധികാരമെന്ന് ഞാൻ അതിനെ പറയും. ഒന്നാമത്തെ വിടുതൽ വചനത്താലാണെങ്കിൽ രണ്ടാമത്തെ വിടുതൽ അധികാരത്തോടാ. താങ്ക് യു. സ്തോത്രം. വിളിക്കുക ഇനി കേട്ടോ. സ്തോത്രം. ഒന്നാമത്തെ വിടുതൽ വചനത്താലാണെങ്കിൽ രണ്ടാമത്തെ വിടുതൽ അധികാരത്തോടാ. ഞാൻ ഇന്ന് പകരം പറയുമ്പോൾ അതിനുവേണ്ടി ഒന്ന് സ്തോത്രം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക കേട്ടോ. ആമൻ. സ്തോത്രം പറഞ്ഞ് അതിനുവേണ്ടി ഒരു നിമിഷം ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനൊരു അധികാരം എൻ്റെ അകത്തേക്ക് ദൈവം ഒന്ന് പകരണേന്ന് പറ. അങ്ങനൊരു അഭിഷേകം. ഒരു നിമിഷം അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. പ്രസംഗം തീരുന്നില്ല. ഒരു നിമിഷം കണ്ണടച്ച് അതിനു വേണ്ടി ഒന്ന് സ്തോത്രം പറഞ്ഞോ. കർത്താവേ, അങ്ങനൊരു അധികാരം എനിക്ക് വേണ്ടി. നിങ്ങൾ സിൻസിയറായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനൊരു പവർ എൻ്റെ അകത്ത് വന്നാൽ, അങ്ങനൊരു അധികാരം എൻ്റെ അകത്ത് വന്നാൽ, യേശുവിൻ്റെ നാമത്തിൽ ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ ഭൂതമൊന്ന് അലറി ഓടിയാൽ രക്തം ക്ഷയമെടുക്കുന്നു. ഞാൻ ചുമ്മാതെ ഇന്ന് പകൽ പ്രാർത്ഥിക്കുകയല്ല. ഞാനത് പറയുമ്പോൾ ദൈവാത്മാവിനോട് പറയുന്നു, ഈ ഇരിക്കുന്ന ചിലർക്കു വേണ്ടി സ്വർഗം അത് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഭൂതങ്ങളെ ശാസിക്കുന്ന ഒരഭിഷേകത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ നിന്റെ വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്നെ മുഷിപ്പിക്കുന്ന ആ സ്പിരിറ്റിൻ്റെ കെട്ടുപൊട്ടിക്കുന്ന ഒരു ദൈവശക്തിയുടെ അഭിഷേകത്തിൻ്റെ തീയ ഇന്ന് പകൽ വിശ്വസിക്കുന്ന ചിലർ, എനിക്കറിയാം ഹൃദയം കൊണ്ട് ചിലർ ആ ദൂതിനെ സ്വീകരിക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സനാതനാഥന. ഇതൊരു ഭയങ്കര പവറാ സഹിച്ച. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ സഹിച്ച. അങ്ങനെ ഒരു അഭിഷേകത്തിൻ്റെ ശക്തി ഉണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഈ ഞായറാഴ്ച പകൽ ഞാൻ ദൂത് പറയാ, ദാസനെ, നിന്റെ ശിരസിനകത്ത് അങ്ങനെ ഒരു അഭിഷേകം ദൈവം തന്നാൽ പിന്നെ നീ സുവിശേഷം പറയാനൊന്നും മെനക്കെടേണ്ടി വരത്തില്ല. അധികാരത്തോടെ തിരിഞ്ഞു നീച്ചിട്ടതിനെ ശാസിക്കും. ശാസിച്ചു കഴിഞ്ഞാൽ ആ ഭൂതത്തിന്റെ ശക്തി അലറിയോടോ. അത് ഫിലിപ്പിയ പട്ടണത്തിന്റെ രണ്ടാമത്തെ വിടുതലാക്കി പരിശുദ്ധാത്മാവ് മാറ്റോ. യേശുവിന്റെ നാമത്തിൽ അധികാരത്തിന്റെ കൈമാറ്റോ വിശ്വസിക്കുന്ന ഞങ്ങളുടെ സഭയ്ക്കകത്ത്, നാവുകൾക്കകത്ത് വിശ്വസിക്കുന്ന ചിലതിന്റെ നാവിനകത്ത് ആ അധികാരത്തിന്റെ തീയ, അതിന്റെ കൈമാറ്റം യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കപ്പെടട്ടെ. ലാബനഗനഗ ദുരാദനഗനഗ ശംബലം ഭാനഗ സിഹതന റമനാശാനം ദേ വൈഡാ റിംദന വൈഡവ രാദന ഹംദല ഗസ്തക രാദന. കരമടിച്ച് സ്വീകരിക്കാൻ കഴിയുന്നവർ അധൂതിനെ കരമടിച്ച് സ്വീകരിച്ചോ. ആത്മാവിൽ ഇന്ന് പകൽ വിശ്വസിച്ച് സ്വീകരിക്കാൻ കഴിയുന്നവർ ആത്മാവിൽ അധൂതിനെ സ്വീകരിച്ചോ. ഇന്ന് പകൽ അധികാരത്തിന്റെ കൈമാറ്റം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ. ഈ യോഗം കഴിഞ്ഞ് തിരിച്ച് സാധാരണക്കാരനെ പോലെ നീ ഇറങ്ങരുത്. ഒരു അധികാരത്തിന്റെ ശക്തി പ്രാപിച്ചിറങ്ങണം. പാമ്പുകളെയും തേളുകളെയും
ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ. വിഷകരമായത് കുടിച്ചാൽ നിന്റെ ജീവന് ഹാനി വരുത്തില്ല. ഇന്ന് പകൽ അധികാരത്തിന്റെ ശക്തി ഒരുത്തന്റെ അകത്തുണ്ടെങ്കിൽ അവന്റെ നിഴൽ തട്ടിയ രോഗങ്ങൾ സൗഖ്യമാകും. അധികാരത്തിന്റെ ശക്തി ഒരുത്തന്റെ അകത്തുണ്ടെങ്കിൽ അവന്റെ റൂമാലി കൊണ്ടിട്ടാൽ ജനം വിടുവിക്കപ്പെടും. വിശ്വസിക്കുന്നവർ ശക്തിയോടെ കരങ്ങൾ ചേർത്തടിച്ച് യേശുവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയിട്ട് പറ, ആ അധികാരം ഇന്ന് പകൽ എന്റെ ശിരസിനകത്ത്. പ്രാർത്ഥിച്ച വത്സമാമേ, എല്ലാ കുടുംബങ്ങളും ഇന്ന് പകൽ പ്രാർത്ഥിക്കും. നമ്മുടെ സഭയിൽ അധികാരമുള്ള 10 പേർ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. ഓ രക്തം ക്ഷയം, രക്തം ക്ഷയം, രക്തം ക്ഷയം, രക്തം ക്ഷയം. വചനത്തിന്റെ ദൂതാണ്. ഒന്ന്, ലുദിയ വിടിവിക്കപ്പെട്ടത് വചനത്തിന്റെ ശക്തിയാൽ. എൻ്റെ വീട് വിടിവിക്കപ്പെടും വചനത്തിന്റെ ശക്തിയാൽ. 2, എൻ്റെ വീടിന്റെ രക്ഷ അഭിഷേകത്തിന്റെ അധികാരത്തിന്റെ ശക്തിയാൽ വെളിച്ചപ്പാടത്തിൽ വിടിവിക്കപ്പെട്ടു. മൂന്നാമത്തെ വിടുതൽ ആരുടെ വിടുതല? 25, 26 വാക്യങ്ങൾ. 25, 26 വാക്യങ്ങൾ. ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു. അപ്പോൾ ഈ വിടുതൽ ആരുടെ വിടുതല? പൗലോസിൻ്റെ ശീലാസിൻ്റെ വിടുതലിൻ്റെ രഹസ്യക്കൂട്ടന്നെ. പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു. പ്രാർത്ഥനയും സ്തുതിയും ആരാധനയുമാ ഈ വിടുതലിൻ്റെ രഹസ്യം. ഞാനൊരു ദൂത് പറയാം. ഒന്നാമത്തെ വിടുതൽ വചനത്താൽ, രണ്ടാമത്തെ വിടുതൽ അധികാരത്താൽ, മൂന്നാമത്തെ വിടുതൽ പ്രാർത്ഥനയാലും ആരാധനയാലും എന്നെ വിടുവിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഞാൻ പറയാം, ഈ ആഴ്ച മൊത്തം ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, ശക്തമായിട്ട് ആരാധിക്കുക. ആരാധനയും പ്രാർത്ഥനയും ഉയരുമ്പോൾ എൻ്റെ ചില വിടുതലുകളെ സ്വർഗം തന്നിരിക്കും. രക്തം ക്ഷയമെടുക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയാലും ആരാധനയാലും വിടുതൽ നടന്ന ഒരു 100 സംഭവങ്ങളിലധികം വേദപുസ്തകത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നുണ്ടോ? ഓരോന്നായിട്ട് എടുത്തു നിരത്താൻ എൻ്റെ ഹൃദയത്തിനകത്ത് വലിയ വാഞ്ചയുണ്ട്. ആരാധനയിൽ രക്ഷപ്പെട്ടവർ, പ്രാർത്ഥനയ്ക്കകത്ത് രക്ഷപ്പെട്ടവർ രക്തം ക്ഷയമെടുക്കുന്നു. ആരാധനയും പ്രാർത്ഥനയും ചിലതിൻ്റെ വിടുതലാണ്. കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ പൗലോസും ശീലാസും വിടുവിക്കപ്പെട്ടു. നിൽക്കുന്നില്ല അവിടെ. ആമേൻ. അടുത്ത വിടുതൽ സഹതടവുകാരുടെ വിടുതൽ. 25, 26 വാക്യങ്ങൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ ആമേൻ, സഹതടവുകാരെങ്ങനെ വിടുവിക്കപ്പെട്ടെന്നറിയാമോ? ആ വാക്യം തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. 28ന്റെ 25ന്റെ സെക്കൻഡ് പാർട്ട് കണ്ടോ? തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അവർ പ്രാർത്ഥന ശ്രദ്ധിച്ചതേ ഉള്ളൂ. അവർ പ്രാർത്ഥനയിലൊന്നും ജോയിൻ അല്ല, പക്ഷെ അത് ശ്രദ്ധിച്ചു. വെറുതെ യോഗത്തിൽ വന്നിരുന്നാൽ പോലും ഒരു അത്ഭുതം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പക്ഷെ ശ്രദ്ധിക്കണം. എന്തോ ശ്രദ്ധിക്കണം? ഇങ്ങനെ വന്നിരുന്ന് ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ബാക്ക് ബെഞ്ചിനകത്തിരുന്ന് കണ്ണ് തുറന്ന് ഉറങ്ങാൻ ഞങ്ങളെപ്പോലെ മിടുക്കന്മാർ വേറെ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് വിശ്വാസത്തിൽ വന്ന് ഇടയ ശുശ്രൂഷ കയറിയപ്പോഴും എനിക്കറിയാം, കണ്ണ് തുറന്ന് ഉറങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് പിടിയിട്ടു. കണ്ണ് തുറന്ന് നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടോ സ്കൂളിലൊക്കെ? അയ്യോ, നിങ്ങളൊക്കെ ഡീസൻ്റ് ആയിരുന്നു, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു തരികട. സ്തോത്രം. കണ്ണ് തുറന്നു ഞാൻ ഉറങ്ങിയിട്ടുണ്ടോ? മാക്സി ടീച്ചർ നോക്കുമ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ വീഴ്ചിരിക്കുക. സ്തോത്രം. ഇങ്ങനെ ഇരിക്കുക, പക്ഷെ പൂരെ ഉറക്കുക. സ്തോത്രം. ടീച്ചർക്ക് അറിയത്തില്ല, കണ്ണിൻ്റെ ഇമ പോലും വെട്ടത്തില്ല. സ്തോത്രം. ഞാൻ പറയുന്നത് വന്നിരുന്ന് ശ്രദ്ധിച്ചാൽ പോലും ഒരു വിടുതല. പക്ഷെ വന്നിരുന്ന് ശ്രദ്ധിക്കണം. സ്തോത്രം. ശ്രദ്ധിക്കണം. കസേരയ്ക്കകത്ത് ഇങ്ങനെ അനങ്ങാപ്പാറ പോലെ ഇരുന്നാൽ മതി, പക്ഷെ ശ്രദ്ധിക്കണം. എന്തോ ശ്രദ്ധിക്കണം? എബ്രായർക്കെഴുതിയ ലേഖനം പറയുകയാണ്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. ശ്രദ്ധിച്ചു നോക്കണം. മറിയ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. എങ്ങോട്ടാണെന്നറിയാമോ? കല്ലറയ്ക്കകത്തേക്ക് മറിയ ഒന്ന് നന്നായിട്ട് കുനിഞ്ഞ് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ തൻ്റെ പൊട്ട് പുറകെ ഒരു ദൂതൻ ഇറങ്ങി നിൽക്കുന്നത് കണ്ടു. ഞാൻ പറയാം, എല്ലാവരും കല്ലറ വിട്ടുപോയാലും നീ കല്ലറ വിട്ടുപോകണ്ട. നീ അവിടെ ചിരിയാലും നിൽക്ക്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ചില വിഷയങ്ങൾ. അപ്പം നിങ്ങൾ പറയും, പാസ്റ്ററേ മറിയ ഒന്നാമത് നോക്കിയപ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്ന വാക്യം എന്നറിയാമോ? ഒന്നും കണ്ടില്ലച്ചാ, കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതും അകത്ത് യേശു ഇല്ലാത്തതുമാണ് കണ്ടത്. കൂടെ വന്ന ശിഷ്യന്മാർ പത്രോസ് വമ്പന്മാരാ, പിന്നെ യോഹന്നാൻ വലിയ ആൾക്കാരാ, യാക്കോബ് ഇവരൊക്കെ വലിയ ആൾക്കാരാ. ഇവരൊക്കെ ഒന്നും ഇല്ലെന്ന് കണ്ടിട്ട് തിരിച്ചു പോയപ്പോൾ മറിയ മാത്രം പോകുന്നില്ല. ഒരൊറ്റ നിപ്പാ. ഞാൻ മറിയോട് ചോദിച്ചു, എന്താ പോകാത്തെ? മറിയ പറയും, ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ പാസ്റ്റേ, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കട്ടെ. ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് കണ്ടത് ഒരു ദൂതനല്ല, യേശു കർത്താവ് തൻ്റെ പുറകിൽ ഇറങ്ങി നിൽക്കുന്ന കാഴ്ച മറിയ കണ്ടു. ഞാൻ പറയാം, ഒന്നാമത് നോക്കിയിട്ടൊന്നും കണ്ടില്ലെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്ക്. ഒരു വിടുതൽ ഈ തോട്ടത്തിനകത്ത് ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. എത്ര പേർക്ക് ഇന്ന് പകൽ ദൂത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഹാഗാറെ, ദൈവം നിന്നോടായി ഇന്ന് പകൽ ദൂത് പറയുന്നത്, നീ മരുഭൂമിക്കകത്താ. ഈ മരുഭൂമി നിനക്ക് പരിചയമുള്ള മരുഭൂമിയാ. ഒരു അൻപിമ്പാട് ദൂരത്ത് നിന്റെ കൊച്ചു കിടപ്പുണ്ട്. പക്ഷെ ഇന്ന് പകൽ ദൈവം പറയുന്നു, ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്ക്. ഹാഗാറെ, ഒരു ഉറവ ദൈവം തുറന്നു വെച്ചിരിക്കുന്ന നിനക്ക് കാണാൻ കഴിയോ? ഇന്ന് പകൽ ഉറവ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, ശ്രദ്ധിച്ചു നോക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ഉറവ ഇന്ന് പകൽ ഈ ആഴ്ചയിൽ ദൈവം എനിക്ക് തുറന്നു വച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ശ്രദ്ധിച്ചു നോക്കുന്നവർക്ക് വേണ്ടി സ്വർഗം അത് ചെയ്യും. പൗലോസും ശീലാസും
പ്രാർത്ഥിച്ചു, അതവരുടെ വിടുതലായി. സഹതടവുകാരെ പ്രാർത്ഥിച്ചതോ ആരാധിച്ചു ഉപവസിച്ചൊന്നുമില്ല, അവരൊന്ന് ശ്രദ്ധിച്ചതേ ഉള്ളൂ. അവർ ശ്രദ്ധിച്ചപ്പോൾ അവർക്കൊരു വിടുതൽ സ്വർഗത്തിലെ ദൈവം പകർന്നു. ആമേൻ, സ്തോത്രം. ശ്രദ്ധിച്ചു. ഇനി 5ാമത്തെ വിടുതലാണ് നമ്മുടെ വാക്യം. അത് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. 5ാമത്തെ വിടുതൽ ആരുടെ വിടുതലാ? അതാ നമ്മുടെ കുറിവാക്യം, കാരാഗ്രഹ പ്രമാണിയുടെ വിടുതല. വിടുതലിൻ്റെ അടിസ്ഥാനം എന്താ? വിടുതലിൻ്റെ അടിസ്ഥാനം 34ാമത്തെ വാക്യം, അവൻ വിശ്വസിച്ചു, അവൻ വിശ്വസിച്ചു, അവൻ വിശ്വസിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചേ, 1ാമത്തെ വിടുതൽ വചനത്താലുള്ള വിടുതൽ, 2ാമത്തെ വിടുതൽ അധികാരത്താലുള്ള വിടുതൽ, 3ാമത്തെ വിടുതൽ പ്രാർത്ഥനയാലും സ്തുതിയാലും പാട്ടിനാലുമുള്ള വിടുതൽ, 4ാമത്തെ വിടുതൽ ശ്രദ്ധിച്ച് കേട്ടപ്പോഴുള്ള വിടുതൽ, 5ാമത്തെ വിടുതൽ വിശ്വാസത്തിൽ വെളിപ്പെട്ടു വന്ന വിടുതൽ. ആമേൻ. പ്രവൃത്തിയുടെ പുസ്തകം 16ാമത്തെ അധ്യായം 5 വിടുതലുകളുടെ തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം, 5 വിടുതലുകൾ. ഞാൻ ഇന്ന് പകൽ ഈ യോഗം ആമീൻ പറയുന്നതിനേക്കാൾ മുമ്പ് ഇതിനകത്തിരിക്കുന്ന സകല വിശ്വാസങ്ങളെ നോക്കി, വിശ്വാസികളെ നോക്കി, ഞങ്ങളുടെ ആമേൻ സഹോദരങ്ങളെ നോക്കി, സഹോദരിമാരെ നോക്കി ആത്മാവിൽ ഞാൻ പറയുക, നമ്മുടെ വീട്ടിനകത്ത് ഈ 5 വിടുതലുകൾ വെളിപ്പെട്ടു വരട്ടെ. എൻ്റെ വീട്ടിൽ വചനത്താൽ ഒരു വിടുതൽ വെളിപ്പെട്ടു വരട്ടെ. എൻ്റെ വീട്ടിൽ അധികാരത്താൽ ഒരു വിടുതൽ വെളിപ്പെട്ടു വരട്ടെ. എൻ്റെ വീട്ടിനകത്ത് പ്രാർത്ഥനയാലും സ്തുതിയാലും പാട്ടിനാലും ഒരു വിടുതൽ വെളിപ്പെട്ടു വരട്ടെ. എൻ്റെ വീട്ടിൽ ശ്രദ്ധയോടെ ഇരിക്കുന്നത് കൊണ്ടൊരു വിടുതൽ വെളിപ്പെട്ടു വരട്ടെ. എൻ്റെ വീട്ടിനകത്ത് വിശ്വാസത്താൽ ജനിക്കുന്ന ഒരു വിടുതൽ വെളിപ്പെട്ടു വരട്ടെ. വിടുതൽ വെളിപ്പെട്ടു വന്നപ്പോൾ ഒരു സംഭവം നടന്നു. എന്തുവെന്നറിയാമോ? കാരാഗ്രഹ പ്രമാണി വിടിവിക്കപ്പെട്ടപ്പോൾ, അത് പറഞ്ഞ് ഞാൻ നിർത്താൻ പോകുക. കാരാഗ്രഹ പ്രമാണി വിടിവിക്കപ്പെട്ടപ്പോൾ അടുത്ത വാക്യം 33 എഴുതിയിരിക്കുന്ന ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി, അവരുടെ മുറിവുകളെ കഴുകി. ഞാൻ ഇന്ന് പകൽ ദൂത് പറയാം, എന്നെ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിക്കോ. ഏത് കാരാഗ്രഹമാണോ നിന്നെ മുറിച്ചത്, അതേ കാരാഗ്രഹ പ്രമാണി തന്നെ നിന്റെ മുറിവുകളെ വെച്ച് കെട്ടുന്നൊരു സമയത്തിലേക്ക് ദൈവം കൊണ്ടുവരികയാ. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ ഭാഗം ചിന്തിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞ ശക്തമായ ഒരു ദൂതുകളിലൊന്ന്, ഏത് കാരാഗ്രഹമാണ് നിന്റെ ശരീരം മുറിച്ചത്, ഏത് വിഷയമാണ് നിന്റെ മനസ്സ് മുറിവേൽപ്പിച്ചത്, അതേ വിഷയത്തിന്റെ പിന്നിൽ നിന്റെ മുറിവിനെ മുറിച്ചവർ തന്നെ ആ മുറിവിനെ വെച്ച് കെട്ടുന്നൊരു സമയം വരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. നിന്നെ മുറിവേൽപ്പിച്ചത് വിശ്വാസികളാണോ? നിന്നെ മുറിവേൽപ്പിച്ചത് രക്തബന്ധങ്ങളാണോ? നിന്നെ മുറിവേൽപ്പിച്ചത് നിന്റെ ഉദരത്തിൽ നിന്ന് വന്ന തലമുറയാണോ? ഇന്ന് പകൽ ദൈവം ദൂത് പറയുന്നു, നിന്നെ മുറിച്ചവർ തന്നെ നിന്റെ മുറിവിനെ വെച്ച് കെട്ടുന്ന ഒരു സമയത്തിലേക്ക് ദൈവം സീസണുകളെ കൊണ്ടുവരാൻ പോകുകയാണ്. ആമേൻ. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളുണ്ടെങ്കിൽ ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ ഒന്ന് സ്തോത്രം പറഞ്ഞിട്ട് പറ, ഞാൻ മുറിവേറ്റ സ്ഥലത്ത് തന്നെ മുറിവുകളെ ദൈവം വെച്ച് കെട്ടാൻ പോകുകയാണ്. ഞാൻ മുറിവേറ്റ സ്ഥലത്ത് തന്നെ എന്റെ മുറിവുകളെ ദൈവം വെച്ച് കെട്ടാൻ പോകുകയാണ്. ഇന്ന് പകലത്തെ മീറ്റിംഗിൽ ഞാനിത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോസേഫ് നമ്മുടെ മീറ്റിംഗിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ യോസേഫ് പറയും, ആമേൻ, അത് ശരിയാണ് പാസ്റ്റർ. എന്താ യോസേഫേ നീ ശരിയാണെന്ന് പറഞ്ഞത്? യോസേഫ് പറയും, എന്നെ മുറിവേൽപ്പിച്ചൊരു സ്ഥലമുണ്ട്. ആമേൻ, സ്തോത്രം. ആ സ്ഥലത്ത് എന്നെ മുറിവേൽപ്പിച്ചത് എൻ്റെ സഹോദരന്മാരാ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന എൻ്റെ സഹോദരന്മാരാ എൻ്റെ ശരീരത്തിലെ വസ്ത്രങ്ങൾ പറിച്ചെടുത്തത്. അവരാ എൻ്റെ ശരീരത്തെ മുറിവേൽപ്പിച്ചത്. അവരാ എന്നെ പൊട്ടക്കുഴിക്കകത്തിട്ടത്. ആമേൻ. ആ സ്ഥലത്തിൽ എൻ്റെ കണ്ണുനീര് വീണ മണ്ണമാ. പക്ഷെ ഞാനൊരു ദൂത് ദൈവാത്മാവിൽ പറയാം, നിന്റെ കണ്ണുനീര് വീണതും നിന്റെ രക്തം വീണതും നിന്റെ മുറിവേൽപ്പിച്ചതുമായ മണ്ണ്, പിന്നത്തേതിൽ യാക്കോബ് യോസെഫിനെ വിളിച്ചിട്ട്, അച്ഛാ സഹോദരന്മാരെ കവിഞ്ഞൊരു ഓഹരി യാക്കോബിന് കൊടുക്കുന്നുണ്ട്. യാക്കോബ് ആ ഓഹരിയുടെ പ്രമാണം പിടിച്ചിട്ട് പറയുക, ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിച്ചു, എന്താ ആമേൻ യോസെഫേ നീ ദൈവത്തിന് സ്തോത്രം പറയുന്ന ഒരു പ്രമാണം പിടിച്ചിട്ട് നീ ഒരു മന്ത്രിയല്ലേ? ഇപ്പോ യോസെഫ് പറയും, ഞാനൊരു മന്ത്രിയാ. കേൾക്കുന്നുണ്ടോ? ദൂത് മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരു മന്ത്രിയാ, ഞാനൊരു മന്ത്രിയാ. പിന്നെ ഒരു പ്രമാണം, ഒരു മലഞ്ചരിവ്, ഒരു മലഞ്ചരിവ്, എന്തു വിതച്ചാലും കൊയ്യാൻ പറ്റാത്ത ഒരു മലഞ്ചരിവിന്റെ പ്രമാണം നിനക്ക് കിട്ടിയപ്പോ നീ എന്തിനാ ദൈവത്തിന് സ്തോത്രം പറയുന്നത്? യോസെഫ് പറയും, ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് പാസ്റ്റർ. എന്താ? ഈ സ്ഥലത്താ എന്റെ കണ്ണുനീര് വീണത്, ഈ സ്ഥലത്താ സഹോദരന്മാരെന്നെ മുറിവേൽപ്പിച്ചത്, ഈ സ്ഥലത്താ എന്റെ വസ്ത്രം അവർ പിരിച്ചെടുത്തത്. ആ സ്ഥലത്തിന്റെ പ്രമാണം തന്നെ സഹോദരന്മാരെ കവിഞ്ഞൊരു ഓഹരിയായി ദൈവം എനിക്ക് തരുമ്പോ എനിക്ക് സ്തോത്രം പറയാതിരിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഞാൻ പറയാം, നിന്നെ മുറിവേൽപ്പിച്ച സ്ഥലം തന്നെ നിന്റെ മുറിവിനെ വെച്ച് കെട്ടാൻ പോവാ. നിന്നെ കരയിപ്പിച്ച സ്ഥലം തന്നെ നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹൃദയം തുറന്ന് കരമടിച്ച് ആരാധിക്കാൻ കഴിയുന്നവരല്ല ആത്മാവിൽ ഇന്ന് പകൽ ആ ദൂതിനെ ഹൃദയം തുറന്ന് വിശ്വസിച്ച് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ആഴ്ച ദൈവം ചില മുറിവുകളെ വെച്ച് കെട്ടോ. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അത്ഭുതം ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം ചെയ്യും. രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും.
ഹസ്തന വൈഡബ റാതന ഹംബല ദൂഡബ രേതന ഹസ്തന ദീന റഗനെ. വിശ്വാസത്തിനകത്ത് വന്നതിന്റെ പേരോ, സ്നാനപ്പെട്ടതിന്റെ പേരിലോ, ഉപവസിച്ചതിന്റെ പേരിലോ, പെന്തക്കോസിനകത്ത് വന്നതിന്റെ പേരിലോ നിന്നെ ആരെങ്കിലും മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ആ സ്ഥലത്ത് തന്നെ ദൈവം നിന്നെ മുറിവുകളെ വെച്ച് കെട്ടാൻ പോകുകയാ. ഇതൊരു വിടുതലിന്റെ വാഗ്ദത്തമാകട്ടോ. 16:33 വാക്യം കുറിച്ചിട്ട്, മുറിവേറ്റവർ കുറിച്ചിട്ട് പ്രാർത്ഥിച്ചോ, എന്റെ മുറിവുകളെ സ്വർഗ്ഗത്തിന് ദൈവം വെച്ച് കെട്ടാൻ പോകുകയാണ്. യെരുശലേം യേശുവിനെ മുറിവേൽപ്പിച്ച മണ്ണ്. യെരുശലേം യേശുവിൻ്റെ ശിരസിനകത്ത് മുൾക്കിരീടം ചൂടപ്പെട്ട മണ്ണ്. യെരുശലേം യേശുവിൻ്റെ കയ്യിൽ ആണി തറച്ച മണ്ണ്. എന്നാൽ അതേ യെരുശലേമിനകത്ത് അവനവൻ്റെ ആത്മാവിനെ കൊടുത്ത് ചിലരുടെ മുറിവുകളെ വെച്ച് കെട്ടിയതുപോലെ ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ പറയാം, ഏത് സ്ഥലം നിന്നെ മുറിവേൽപ്പിച്ചോ അതേ സ്ഥലത്ത് ദൈവം നിന്റെ മുറിവുകളെ വെച്ച് കെട്ടാൻ പോകുകയാണ്. കണ്ണുകളെല്ലാം അടച്ചാട്ടെ, ഹൃദയങ്ങളെല്ലാം തുറന്നാട്ടെ. ജീസസ് ഹോളി സ്പിരിറ്റ്, ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം. കണ്ണുകളെല്ലാം അടഞ്ഞിരിക്കുമ്പോൾ എനിക്കറിയാം മനുഷ്യൻ മുറിവേൽപ്പിച്ചവർ ഈ യോഗത്തിനകത്തുണ്ട്. ഇല്ലെങ്കിൽ ദൈവം അങ്ങനെ പറയില്ല. ഈ സമയം ബുദ്ധിയിൽ ഈ ദൂതിനെ നിങ്ങൾ പിടിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളുടെ പുറകിലേക്ക് നിങ്ങളെ കണ്ണുകൾ ഓടിച്ചേ. ഒരുപക്ഷെ ഇന്ന് പകലും ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഹൃദയത്തിനകത്ത് ആഴമായി മുറിവേറ്റവർ നമ്മുടെ ഈ യോഗത്തിനകത്തുണ്ടായിരിക്കാം. നിങ്ങളെൻ്റെ സഹോദരങ്ങളാ, നിങ്ങളെൻ്റെ പ്രിയപ്പെട്ടവരാ. ഈ സഭയിലെ സകല വിശ്വാസികളെയും ദൈവം വിളിച്ചു വേർതിരിച്ചതാ. നിന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത്, നിന്റെ മനസ്സിനെ ശല്യമുണ്ടാക്കുന്നത്, നിന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചവരൊക്കെ നിന്റെ പിൻനിരയിൽ കാണും. അത് പക്ഷെ നിന്റെ രക്തബന്ധങ്ങളായിരിക്കും, നിന്റെ സഹോദരങ്ങളായിരിക്കും, നിന്റെ കൂടപ്പുറപ്പുകളായിരിക്കും, ഒരു പായ്ക്കകത്തിരുന്ന് ആരാധിച്ചവരായിരിക്കും. ബ്രദറെ, എന്തോ വിഷയം ഉണ്ടെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, ഞങ്ങൾ കൂടെ കാണും എന്ന് പറഞ്ഞവരായിരിക്കും നിന്നെ മുറിവേൽപ്പിച്ചേ. ഏത് കാരാഗ്രഹമാണ് നിന്നെ മുറിവേൽപ്പിച്ചേ? ഏത് ചങ്ങലകളാണ് നിന്നെ മുറിവേൽപ്പിച്ചേ? ഏത് ആമത്തിൻ്റെ ശക്തികളാണ് നിന്നെ മുറിവേൽപ്പിച്ചേ? ഇന്ന് പകൽ ആമം ഇട്ട് നിന്നെ പൂട്ടിയവൻ തന്നെ, ചങ്ങലയിട്ട് നിന്നെ ബന്ധിച്ചവൻ തന്നെ, അവൻ നിന്റെ മുറിവുകളെ വെച്ച് കെട്ടിയെന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽ ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം പറഞ്ഞു, കർത്താവേ, എന്നെ മുറിവേൽപ്പിച്ച് എന്നെ കാരാഗ്രഹത്തിനകത്തിട്ട് അടച്ചവൻ തന്നെ വിടുതൽ വെളിപ്പെട്ടു വന്നപ്പോൾ എൻ്റെ മുറിവുകളെ വെച്ച് കെട്ടിയെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ ഒരു വിടുതൽ നമുക്ക് ആവശ്യമാണ്. വചനത്താൽ ഒരു വിടുതൽ, അധികാരത്താൽ ഒരു വിടുതൽ, പ്രാർത്ഥനയാലും സ്തോത്രത്താലും ഒരു വിടുതൽ, ശ്രദ്ധയോടെ ഇരിക്കുമ്പോഴുള്ളൊരു വിടുതൽ, വിശ്വാസത്താൽ വെളിപ്പെട്ടു വരുന്നൊരു വിടുതൽ. സ്വസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ? കണ്ണുകളെല്ലാം അടച്ച് സ്വസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്നാട്ടെ. ജീസസ്. ബന്ധനമഴിയും, കെട്ടുകളഴിയും ആരാധനയെങ്കിൽ കോട്ടകൾ തകരും. ജീസസ്. ആരാധനയുടെ ശക്തി ഉയരുമ്പോൾ സ്വർഗം ഇത് ചെയ്യും. വിശ്വസിക്കുന്നവർ കരങ്ങളൊന്നും ചേർന്ന്